മനസ്സിലാക്കുമ്പോൾ ഇനി ഈ ഉണ്മയെക്കുറിച്ച് എങ്ങനെ അറിയാം എന്നുള്ളതിനെ കുറിച്ചുള്ള പഠനമാണ് എപ്പിസ്റ്റമോളജി. ഇതൊക്കെ മോഡേൺ ടെർമിനോളജിയാണ്. ഹദീസിലൊന്നുമില്ല, പക്ഷെ ഇത് ഫിലോസഫിയിൽ വരുന്ന ടെർമിനോളജിയാണ്. ഇതൊക്കെ വെച്ചിട്ടാണ് കാച്ചിയാൽ കുറെ ആൾക്കാർ മനസ്സിലായിട്ടില്ലെങ്കിലും ശരിയാണ് കേട്ടോ എന്ന് പറഞ്ഞ് പോകും. നമുക്കങ്ങനെ അനുഭവമുണ്ട്. അതായത് ഈ ദൈവനിഷേധമൊക്കെ പറഞ്ഞു വരുന്ന ജസ്റ്റ് ഡിഗ്രി സോഷ്യോളജിയോ അല്ലെങ്കിൽ വേറെ എംകോമോ ബികോമോ ഒക്കെ പഠിച്ച പയ്യന്മാരായിരിക്കും. നമ്മൾ 2 ചോദ്യം അങ്ങോട്ട് ചോദിച്ചാൽ അതിൽ കുറച്ച് ഫിലോസഫിക്കൽ ടേംസൊക്കെ വെച്ച് കഴിഞ്ഞാൽ എന്തോ ഇതിൽ പഠിക്കാണ്ടിട്ടോ എന്നെങ്കിലും മനസ്സിലാക്കിയിട്ട് അവൻ തിരിഞ്ഞു പോകും. പിന്നെ അവൻ ചിലപ്പോൾ നമ്മളെടുത്ത് ഇങ്ങനെ ഇങ്ങോട്ട് തന്നെ വരും അടുത്ത ചോദ്യം ചോദിക്കാൻ വേണ്ടി. അങ്ങനെ ഒരു കുട്ടി എന്നോട് ഒരിക്കൽ പറഞ്ഞു, ഒരു പ്ലസ് 2 കാരനാണ്, നമ്മളെ മാപ്പിള മുസ്ലിം. അവനെ എളാപ്പ വിളിച്ചിട്ട് പറഞ്ഞു, ഇങ്ങനെ എൻ്റെ ഏട്ടൻ്റെ മോനെ ഇങ്ങനെ നിരീശ്വാസത്തിലൊക്കെ പോയിട്ടുണ്ട്, കുറച്ച് അവൻ്റെ ചിന്തകളൊക്കെ കുറച്ച് പ്രശ്നമാണ്, നിങ്ങളൊന്ന് അവനോട് സംസാരിക്കണം എന്ന് പറഞ്ഞു. അങ്ങനെ നമ്മൾ ചെമ്മാട് ബുക്ക് പ്ലസിൽ വരാൻ പറഞ്ഞു. അങ്ങനെ ആ കുട്ടി വന്നു. ആ കുട്ടി ഞാനും കൂടെ ബുക്ക് പ്ലസിൻ്റെ ആ മീറ്റിങ്ങൊക്കെ നടക്കുന്ന ആ സ്ഥലത്ത് ഞങ്ങൾ രണ്ടാളും പോയിരുന്നു. അതോ എന്നോട് പറഞ്ഞ്, ശരിക്കും ഈ സ്വർഗം നരകമൊക്കെ ഒരു മായാവി കഥയാണ്, നിങ്ങൾ സ്വർഗം കണ്ടിക്കണോ എന്ന് ചോദിച്ചു എന്നോട്. അപ്പം ഞാൻ അവനോട് പറഞ്ഞ്, പിന്നെ അങ്ങനെയും പറഞ്ഞ് ഞാൻ കണ്ടത് മാത്രമേ വിശ്വസിക്കുള്ളൂ. ഞാൻ അവനോട് തിരിച്ചു ചോദിച്ചു, ദുബായ് കണ്ടിക്കണോ ചോദിച്ചു. അവൻ പറഞ്ഞു, ദുബായ് ഞാൻ കണ്ടിട്ടില്ല, പക്ഷെ ദുബായ് കണ്ടോലെ ഞാൻ കണ്ടിക്കണ്, സ്വർഗം കണ്ടോലെ കണ്ടിക്കണോ എന്ന് വെച്ചു. ഈ ചോദ്യം വളരെ ലളിതമായ ചോദ്യമാണ് അല്ലേ, വളരെ ലളിതമായ യുക്തിയാണത്. പക്ഷെ ഇത് ഒരു ഫിലോസഫിക്കൽ ക്വസ്റ്റ്യൻ ആണ്. കണ്ടത് മാത്രമേ വിശ്വസിക്കുള്ളൂ എന്നുള്ളത് അവൻ്റെ ഒരു എപ്പിസ്റ്റമോളജിക്കൽ പൊസിഷനാണ്. എപ്പിസ്റ്റമോളജി എന്ന് പറഞ്ഞാൽ ജ്ഞാനശാസ്ത്രം, വിജ്ഞാനം, വസ്തുക്കളെ കുറിച്ചുള്ള വിജ്ഞാനം എങ്ങനെ സാധ്യമാവും എന്നതിനെ കുറിച്ചുള്ള അറിവാണ്. എങ്ങനെ അറിവ് സാധ്യമാവും, അറിവ് സാധ്യമാണെങ്കിൽ അറിവ് മനുഷ്യർക്ക് സാധ്യമാണോ, മനുഷ്യന്റെ തലച്ചോറ് ഉപയോഗിച്ചിട്ട് അറിവ് സാധ്യമാണോ എന്നുള്ളതാണ് ഒന്നാമത്തെ ചോദ്യം. അറിവ് സാധ്യമാണെങ്കിൽ അതിന് എന്തെല്ലാം മാർഗങ്ങളുണ്ട് എന്നുള്ളതാണ് രണ്ടാമത്തെ ചോദ്യം. ഈ ചോദ്യങ്ങൾക്കൊക്കെ ഉത്തരം നൽകുന്ന ശാസ്ത്രമത്തെയാണ് നമ്മൾ എന്തെന്ന് വിളിക്കുന്നത്, എപ്പിസ്റ്റമോളജി എന്ന് വിളിക്കുന്നത്. ഇവന്റെ ചോദ്യം എപ്പിസ്റ്റമോളജിക്കലാണ്. അപ്പം ഞാനിവരോട് പറഞ്ഞ്, ദുബായ് സ്വർഗം കണ്ടോ നരകം കണ്ടോ പോലെയൊന്നും ഞാൻ കണ്ടിട്ടില്ല, പക്ഷെ ദുബായ് കണ്ടതേ വിശ്വസിക്കുള്ളൂ എന്ന പൊസിഷൻ നീ എടുക്കുക എന്നുണ്ടെങ്കിൽ നീ ദുബായ് പോവാതെ ദുബായ് വിശ്വസിക്കാൻ പാടില്ല. കാരണം നിന്റെ പൊസിഷൻ നീ കണ്ടതേ എടുക്കുള്ളൂ. പിന്നെ അവൻ എന്നിട്ടും ദുബായ് ഉണ്ട് എന്ന് അവൻ വിശ്വസിക്കാൻ കാരണം എന്തായിരിക്കും? അവന് ഏറ്റവും വിശ്വസ്തമായ സോഴ്സുകളിൽ നിന്ന് കിട്ടിയ അറിവുകൾ, ഈ അറിവുകൾ ഓനെ അതിൻ്റെ ആധികാരികമായ സോഴ്സായിട്ട് വകവെച്ചു കൊടുക്കുകയും അതിൽ നിന്ന് സ്വീകരിക്കുകയും ചെയ്യുന്നു എന്നുള്ളതാണ്. അപ്പം ഞാനോട് പറഞ്ഞു, നീ കണ്ടത് മാത്രം വിശ്വസിക്കുന്ന ആളല്ല, നിനക്ക് വിശ്വസ്തമായ സോഴ്സുകളിൽ നിന്ന് കിട്ടുന്നതും കൂടെ നീ സ്വീകരിക്കുന്നുണ്ട്. അതുപോലെ എനിക്ക് വിശ്വസ്തരായ ആളുകൾ പറഞ്ഞു തന്നതാണ് ഞാൻ സ്വീകരിക്കുന്നത്. 40 കൊല്ലം മക്കയിൽ ജീവിക്കുകയും ഒരിക്കലും നുണ പറയാത്ത ആള് എന്ന് ചുറ്റും ജീവിച്ച ആളുകൾ വിലയിരുത്തുകയും ചെയ്തൊരു മനുഷ്യൻ. ഈ മനുഷ്യൻ പിന്നീട് പറയുന്നു, ഒരു മലഞ്ചെരുവിൽ എണീറ്റ് എന്നിട്ട് പറയുന്നു, ഇതിൻ്റെ ഈ മലന്റെ പിന്നിലൂടെ ഒരു സൈന്യം വരുന്നുണ്ട് എന്ന് ഞാൻ പറഞ്ഞു, ഞങ്ങൾ വിശ്വസിക്കോ? ഉറപ്പല്ലേ മുഹമ്മദ്, നീ സത്യമല്ലാതെ പറഞ്ഞിട്ടില്ലല്ലോ, എന്നാൽ കുറച്ച് കാര്യങ്ങൾ പറയണ്ട് എന്നാണ് പറഞ്ഞിട്ട് അള്ളാഹുവിൻ്റെ റസൂൽ ആദ്യം സത്യസന്ദേശം പറയുന്നത് അപ്പോഴാണ്. അപ്പോൾ കുറച്ച് കാലം ഞാൻ നിങ്ങളുടെ ഇടയിൽ ജീവിച്ചിട്ടുണ്ടല്ലോ എന്നും കൂടി നബി പറയുന്നുണ്ട്. ലബിസ്തു ഫീക്കും ഉമറ സിനീൻ, കുറച്ച് കാലം ഞാൻ ഇവിടെ ജീവിച്ചിട്ടുണ്ടല്ലോ, എന്നെ വിശ്വസിക്കല്ലാതെ നിങ്ങൾക്ക് നോ ഓപ്ഷൻ, ഒരു ഓൾട്ടർനേറ്റീവ് ഇല്ലാന്ന് നബി പ്രഖ്യാപിക്കുന്നുണ്ട്. അപ്പം അതിൻ്റെ അർത്ഥം നമുക്ക് വിശ്വസനീയമായ സ്രോതസ്സിൽ നിന്ന് കിട്ടുന്ന അറിവുകൾ സ്വീകരിക്കുന്ന ഒരു സ്വഭാവം സാധാരണ മനുഷ്യന്മാർക്കുള്ളതാണ്. ഇപ്പോൾ കോടതിയിലുള്ളതാണ് അല്ലേ. വിറ്റ്നസ് എന്താണ് വിറ്റ്നസ് പറഞ്ഞത് അത് സ്വീകരിക്കും. അതിന് ടെസ്റ്റിമോണിയൽ നോളജ് എന്നാണ് പറയാം. അപ്പം നോളജ് 3 വിധമുണ്ട്. പല രീതിയിൽ നോളജ് മനുഷ്യർക്ക് സാധ്യമാവും. ഇതാണ് നമ്മളെ വിഷയം. 1 സയൻറ്റിഫിക് എക്സ്പെരിമെൻറ്റിലൂടെ സാധ്യമാവും. 2 റാഷണൽ റീസണിങ്ങിലൂടെ, റാഷണൽ തിങ്കിങ്ങിലൂടെ സാധ്യമാവും. 3 മനുഷ്യൻ്റെ ഇൻഡ്യൂഷനിലൂടെ സാധ്യമാവും. 4 ടെസ്റ്റിമോണിയൽ നോളജിലൂടെ സാധ്യമാവും. നമ്മളിപ്പോൾ പറഞ്ഞ വിശ്വസ്തമായ സോഴ്സുകളിൽ നിന്ന്. ചില ആളുകൾ ഇൻഡ്യൂഷൻ എണ്ണും, ചില എണ്ണൂല, അതിൻ്റെ കൂട്ടത്തിൽ തന്നെ പെടുത്തും. ഇൻഡ്യൂഷൻ എന്ന് പറഞ്ഞാൽ ഉൾക്കാഴ്ച, നമ്മളെ ഫെയ്ത്ത് ഇൻഡ്യൂഷൻ എന്നൊക്കെ നമ്മൾ അതിലിട്ടുണ്ട് എപ്പിസ്റ്റമിൻ്റെ അവിടെ. ഇൻഡ്യൂഷൻ എന്ന് പറഞ്ഞാൽ എന്താ? ഇന്നലെ എന്നുള്ള സാധനം ഒരു ഇൻറ്റ്യൂറ്റീവ് നോളജാണ്. എന്ന് പറഞ്ഞാൽ നമ്മുടെ ഉള്ളിലുള്ളൊരു സാധനം ആരും പഠിപ്പിച്ചേരേണ്ട ആവശ്യമില്ല. പാസ്റ്റ് ഉണ്ടല്ലോ, ഇന്ന് രാവിലെ നിങ്ങൾ ഭക്ഷണം കഴിച്ചല്ലോ, ഇന്നലെ അല്ലെങ്കിൽ കഴിഞ്ഞ കാലം എന്നുള്ളത് പിന്നെ ഒരു കഴിഞ്ഞ കാലം അവിടെ ഉണ്ടായിട്ടുണ്ട് കേട്ടോ എന്നൊരാൾ പഠിപ്പിച്ചു കൊടുക്കേണ്ട ആവശ്യമില്ല. തലച്ചോറ് വർക്ക് ചെയ്യുന്ന എല്ലാ മനുഷ്യർക്കും മനസ്സിലാവും. അത് അൺടോട്ടാണ്, പഠിപ്പിക്കപ്പെടാതെ തന്നെ മനസ്സിലാക്കുന്നതാണ് മനുഷ്യന്മാർക്ക്. അതുപോലെ അത് കൾച്ചറൽ അല്ല. ഒരു പ്രത്യേക കൾച്ചറിലുള്ള ആളുകൾക്കൊക്കെ എന്ത് മനസ്സിലാവുന്നുണ്ട്? ഇന്നലെ എന്നുള്ളത് സംഭവിച്ചിട്ടുണ്ട്,
പക്ഷെ ചില പ്രത്യേക കൾച്ചറിലുള്ള ആളുകൾക്ക് മനസ്സിലാവും. അങ്ങനെയല്ല, അത് യൂണിവേഴ്സലാണ്, എല്ലാവർക്കും മനസ്സിലാവുന്ന കാര്യം ഇന്നലെ എന്നുള്ള സാധനം. ഇതുപോലൊരു നോളജാണ് ദൈവത്തെക്കുറിച്ചുള്ള അറിവ് എന്നാണ് നമ്മൾ പറയുന്നത്. പിന്നെ ഈ ദൈവമല്ല എന്ന് വാദിക്കുന്ന പ്രധാന ഒരു കാരണം ദൈവമല്ല എന്നല്ല അവരുടെ അടിസ്ഥാനം, ദൈവം മാണ്ടാന്ന് നമ്മൾ കരുതി കൂട്ടി പറയണം. ദൈവം വേണ്ട, ദൈവം ഉണ്ടാവണേ നമുക്കൊരു സ്വൈരല്ല എന്ന്. കാരണം അങ്ങനെ പല കാര്യങ്ങളും നിയന്ത്രിക്കാൻ ശ്രമിക്കുന്നു. അതുകൊണ്ട് ദൈവം വേണ്ട എന്നുള്ള നിലപാടുള്ള ആളുകളാണ് പിന്നീട് എന്ത് ചെയ്യുന്നത്? ദൈവമില്ല. അവര് ശരിക്കും എത്തീസ്റ്റുകളല്ല, അവര് മിസോത്തീസ്റ്റുകളാണ്. മിസോത്തീസ് എന്ന് പറഞ്ഞാൽ ദൈവവിരുദ്ധവാദികളാണ്. നമ്മൾ ആ വിഷയത്തിലേക്ക് വരാം. ഏതായാലും മനുഷ്യന് അറിവ് സാധ്യമാകുന്ന 3 വഴികളാണുള്ളത്. ഒന്ന് നമ്മൾ ഷറഅൽ അഖായിദ കിതാബിലൊക്കെ പഠിച്ചു, അൽ അഖ്ലു സലീം, ഹവാസുൽ ഖംസ്, പിന്നെ ഖബറു സ്വാദിഖ്. ഈ 3 കാര്യങ്ങൾ. ഒന്ന് റാഷണൽ തിങ്കിങ് എന്ന് പറഞ്ഞാൽ എല്ലാ മനുഷ്യന്മാരും മരിക്കും, അതാണ് ഒരു സ്റ്റേറ്റ്മെന്റ്. രണ്ടാമത്തെ സ്റ്റേറ്റ്മെന്റ് റഷീദ് ഒരു മനുഷ്യനാണ്. അപ്പം അതിൻ്റെ നതീജ എന്താ? അതിൻ്റെ ഒരു റിസൾട്ട് എന്താ? റഷീദും മരിക്കും. ആണല്ലോ, എല്ലാ മനുഷ്യന്മാരും മരിക്കും, റഷീദ് മനുഷ്യനാണ്, അപ്പം അതിൻ്റെ റിസൾട്ട് റഷീദും മരിക്കും. ഇത് നമ്മൾ ബുദ്ധി കൊണ്ട് ചിന്തിച്ച് കിട്ടുന്ന അറിവാണ്. എല്ലാവരും ഇത്തരം നോളജുകൾ പ്രൊഡ്യൂസ് ചെയ്തിട്ടാണ് ലോകത്തെ എല്ലാ സയന്റിഫിക് പിന്നെ എല്ലാ വിശകലനങ്ങളും മനുഷ്യർ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇത് ഉപയോഗിച്ചിട്ടുള്ള നോളജ് മേക്കിംഗ്, ഡിഡക്റ്റീവ് മെത്തേഡ് എന്നൊക്കെയാണ് ഇതിന് ഫിലോസഫിയിൽ പറയാം, എല്ലാവരും നടത്തുന്നത്. രണ്ടാമത്തത് സയന്റിഫിക് എക്സ്പെരിമെൻ്റ് ആണ്. എന്ന് പറഞ്ഞാൽ നമ്മളൊരു പാത്രത്തിൽ കുറച്ച് വെള്ളം എടുക്കുന്നു, 100 ഡിഗ്രി ചൂടാക്കുന്നു, അത് തിളക്കുന്നത് കാണുന്നു. അപ്പം നമുക്കൊരു നോളജ് കരസ്ഥമാവുക. ഇത് എന്താണ് ആ നോളജ്? വെള്ളം 100 ഡിഗ്രി ചൂടാക്കിയാലാണ് അത് തിളക്കുക. ഇതൊരു എക്സ്പെരിമെൻ്റൽ നോളജാണ്, എക്സ്പെരിമെൻറ്റിലൂടെ നമുക്ക് കിട്ടുന്നതാണ്. അപ്പം ഇങ്ങനെയും നോളജ് സാധ്യമാവും. മൂന്നാമത് നോളജ് സാധ്യമാകുന്നത് വിശ്വസനീയമായ സ്രോതസ്സുകളിൽ നിന്നും ലഭ്യമാവുന്ന നോളജ്. ഇപ്പോൾ സി രവിചന്ദ്രൻ മൂപ്പര ഒരു ചാനൽ ഇങ്ങനെ കാണണം, 24 ന്യൂസ് ഇങ്ങനെ കാണുമ്പോൾ മൂപ്പര അതിൽ വന്നു, പ്രധാനമന്ത്രി നരേന്ദ്രമോദി കൊച്ചിയിൽ. രവിചന്ദ്രൻ കൊച്ചിയിൽ പോയിട്ട് നരേന്ദ്രമോദി ഉണ്ടോ എന്ന് വെരിഫൈ ചെയ്യോ? ഇല്ല. രവിചന്ദ്രൻ എന്താ ചെയ്യുക? ഒന്നും ചെയ്യൂല. ആ ന്യൂസ് രവിചന്ദ്രൻ വിശ്വസിക്കും. കാരണം എന്താണ്? അതൊരു വിശ്വസനീയമായ സ്രോതസ്സിൽ നിന്ന് കിട്ടിയ നോളജാണ്. അപ്പം ഈ എപ്പിസ്റ്റമോളജിക്കൽ ടൂള് എല്ലാവരും ഉപയോഗിക്കും. വിശ്വസനീയമായ സ്രോതസ്സുകളിൽ നിന്ന് കിട്ടുന്ന അറിവ് സ്വീകരിക്കുക എന്നുള്ള പരിപാടി എല്ലാവരും ചെയ്യുന്നുണ്ട്. അത് എത്തിസ്റ്റുകളും ചെയ്യുന്നുണ്ട്, എല്ലാവരും ചെയ്യുന്നുണ്ട്, എല്ലാവരും ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യം. പക്ഷേ ചില എപ്പിസ്റ്റമോളജിക്കൽ സംഭവങ്ങളെ മാത്രം അവർ നിഷേധിക്കുന്നു. 40 കൊല്ലക്കാലം ഒരു വ്യക്തി ജീവിക്കുകയും സത്യസന്ധത മാത്രം പുലർത്തുകയും ത്യാഗം പ്രകടിപ്പിക്കുകയും മറ്റൊരു അൾട്ടീരിയർ മോട്ടീവ്സും ഇല്ലാതെ, മറ്റൊരു സ്വാർത്ഥ താല്പര്യങ്ങളും ഇല്ലാതെ ഒരു വ്യക്തി ജീവിക്കുകയും അങ്ങനെ മരണപ്പെട്ടു പോവുകയും ചെയ്ത നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, ആ നബി നിന്നതും ഇരുന്നതും കിടന്നതും പല്ല് തേച്ചതും നഖം വെട്ടിയതും പുഞ്ചിരിച്ചതും ഹഗ് ചെയ്തതും ലൈംഗികതയിൽ ഏർപ്പെട്ടതും ഭക്ഷണം കഴിച്ചതും എല്ലാം ഡോക്യുമെന്റഡാണ്. ഒരു ആന്ത്രോപോളജിസ്റ്റ് പറയുന്നത്, അതിൻ്റെ പേര് ഞാൻ ഓർക്കുന്നില്ല, ഹ്യൂമൻ ഹിസ്റ്ററിയിൽ ഇത്ര റെക്കോർഡഡ് ആയൊരു മനുഷ്യല്ല, ഇത്ര ഡോക്യുമെന്റഡ് ആയൊരു മനുഷ്യല്ല. അവൻ നബിയുടെ എല്ലാ മൊമെന്റുകളും അടക്കങ്ങളും അനക്കങ്ങളും എന്ത് ചെയ്യുന്നു? രേഖപ്പെടുത്തി വെക്കുന്നു. രേഖപ്പെടുത്തി വെച്ചതിന് ശേഷം അതെങ്ങനെ വിശകലനം ചെയ്യാം എന്നതിനെക്കുറിച്ചൊരു ശാസ്ത്രം തന്നെ ലോകത്ത് രൂപപ്പെടുന്നു. അതിനാണ് ഉസൂലുൽ ഹദീസ് എന്നൊക്കെ പറയാം. ആര് പറഞ്ഞാൽ എടുക്കണം, ആര് പറഞ്ഞാൽ എടുക്കണ്ട എന്നതിനെക്കുറിച്ചൊരു സയൻസ് തന്നെ ഹ്യൂമൻ ഹിസ്റ്ററിയിൽ ഒരു മനുഷ്യന്റെ ജീവിതം മനസ്സിലാക്കാൻ വേണ്ടി, റെക്കോർഡ് ചെയ്യാൻ വേണ്ടി ഇങ്ങനൊരു ശാസ്ത്രം രൂപപ്പെട്ടിട്ടില്ല. അതാണ് ഒന്നാമത്തെ പോയിന്റ്. രണ്ടാമത്തെ പോയിന്റ്, 20 ലക്ഷം മനുഷ്യരുടെ ജീവചരിത്രം രേഖപ്പെടുത്തപ്പെട്ട ഒരു സമൂഹം ഹ്യൂമൻ ഹിസ്റ്ററിയിൽ കടന്നുപോയിട്ടില്ല. കാരണം സ്വാഭാവികൾ ഇവരുടെയൊക്കെ ജീവിതം തബക്കാത്തുകളിലൂടെയും ഒക്കെ രേഖപ്പെടുത്തി വെച്ചിട്ടുണ്ട്. എങ്ങനെയാണ് ഈ നോളജ് കൈമാറ്റം ചെയ്തതിനെ കുറിച്ച് നമുക്ക് കൃത്യമായ ധാരണ ഉണ്ട്. അതുകൊണ്ട് തന്നെ മുസ്ലിങ്ങളുടെ കയ്യിൽ 1000 കൊല്ലം മുമ്പത്തെ ചരിത്രം ഉണ്ടാവും. അത് കുഴിച്ചു നോക്കൊന്നും വേണ്ട. കുഴിച്ചു നോക്കി പിന്നെ പല്ലും നഖമൊക്കെ കിട്ടി ഇവിടെ ഇങ്ങനെ ഒരാൾ ജീവിച്ചിട്ടുണ്ട് അങ്ങനെയൊന്നും കണ്ടെത്തേണ്ട ആവശ്യമില്ല. അല്ലാതെ തന്നെ മുസ്ലിങ്ങളുടെ കയ്യിൽ ഒരുപാട് ഹിസ്റ്ററി ഉണ്ട്. കാരണം എന്താണ്? അത് കൃത്യമായി കൈമാറ്റം ചെയ്യാനുള്ള ഒരു നോളജ് സിസ്റ്റം അവർ ഡെവലപ്പ് ചെയ്തിട്ടുണ്ട്. ഇങ്ങനെ റാഷണൽ തിങ്കിങ്ങിലൂടെയും സയന്റിഫിക് എക്സ്പെരിമെന്റിലൂടെയും അതുപോലെ ടെസ്റ്റിമോണിയൽ നോളജിലെയും വിശ്വസ്തമായ സ്രോതസ്സുകൾ, അതുപോലെ നമ്മുടെ ചിന്ത, അതുപോലെ സയന്റിഫിക് എക്സ്പെരിമെന്റ്, ഇത് 3ലൂടെയും മനുഷ്യർക്ക് സാധ്യമാവുന്നു അറിവ്. പിന്നെ 4മതായിട്ട് പലപ്പോഴും എണ്ണാറുണ്ട് ഇൻഡ്യൂഷനാണ്. അത് പഠിപ്പിക്കേണ്ട കാര്യം തന്നെയല്ല. ഇപ്പോൾ ദൈവവിശ്വാസം അങ്ങനെയാണ്, അതുപോലെ
എന്നിട്ട് അതിനെ നിഷേധിക്കുന്നവരാണ് തെളിവ് കൊണ്ടുവരേണ്ടത്. അങ്ങനെയുണ്ട്. ഇപ്പൊ ഞാൻ നിരീശ്വരവാദിയാണ്, അള്ള ഉണ്ട് എന്താ തെളിവ് എന്ന് വെച്ചാൽ അള്ള ഉണ്ട് ഇല്ല നല്ല തെളിവുണ്ട്, അള്ളല്ല എന്നുള്ളതിനാണ് തെളിവുണ്ട്. ശരിക്കും ഇവരെ നമ്മളെ ലോക്കാക്കുന്ന അങ്ങനെ ബേർഡൻ ഓഫ് പ്രൂഫ് എന്ന് പറയും. തെളിവ് കൊണ്ടുവരാനുള്ള ബാധ്യത, തെളിവ് കൊണ്ടുവരാനുള്ള ബാധ്യത ആർക്കാണ്? ദൈവത്തെ നിഷേധിക്കുന്നവർക്കാണ്. കാരണം ഇവിടെ ഈ കാര്യങ്ങളൊക്കെ ഉണ്ടാവണമെന്നുണ്ടെങ്കിൽ ഇതിന്റെ പിന്നിൽ ഒരു കാരണം വേണം. ആ കാരണം തന്നെ അൺകോസ്ഡ് ആവണം, എന്നാലേ ഇതൊക്കെ ഉണ്ടാവുള്ളൂ. നമ്മൾ തുടക്കത്തിൽ കുറച്ച് എക്സാമ്പിൾസ് ഒക്കെ പറഞ്ഞു, അത് തെളിയിച്ചു. ഇനി നമ്മൾ പറയാൻ പോകുന്നത് ഇപ്പറഞ്ഞ ശാസ്ത്രീയ നിരീക്ഷണ പരീക്ഷണങ്ങളിലൂടെ നമുക്ക് അറിവ് സാധ്യമാവും. ഓക്കെ, എന്നൊക്കെ ചോദിക്കുമ്പോൾ ശരിക്കും നമ്മൾ തിരിച്ചടിക്കേണ്ട ഒരു മറുപടി എന്താണെന്ന് വെച്ചാൽ, ശാസ്ത്രത്തിൻ്റെ ഡ്യൂട്ടിയിൽ അങ്ങനെ ഒന്നും ഉണ്ടോ എന്നുള്ളതാണ്. ശാസ്ത്രം എന്ന് പറഞ്ഞാൽ മെറ്റീരിയൽ വേൾഡിൽ നടക്കുന്ന ഒബ്ജക്റ്റുകളെ നിരീക്ഷിക്കുക, അതിനെക്കുറിച്ച് പറയാം. അതുപോലെ ഭൗതികമായ ലോകത്ത് നടക്കുന്ന പ്രതിഭാസങ്ങളെ വിശദീകരിക്കുക. ഈ പടച്ചോൻ, സ്വർഗം, നരകങ്ങൾ ഭൗതിക ലോകത്തിന് പുറത്തുള്ളതാണ്. അതിനെ അളക്കാനുള്ള ടൂളായിട്ട് ശാസ്ത്രത്തെ ഉപയോഗിക്കാമെന്ന് ശാസ്ത്രം ഒരു പറയുന്നില്ല. അത് പറയുന്ന എക്സ് മുസ്ലിംസ് മാത്രമാണ്. അല്ലെങ്കിൽ സയൻറ്റിസം ബാധിച്ച ആളുകൾ. സയൻറ്റിസം എന്ന് പറഞ്ഞാൽ ശാസ്ത്രത്തെ വിശ്വാസമായി കൊണ്ടുനടക്കുന്ന ആളുകൾ, അതാണ് സയൻറ്റിസം എന്ന് പറഞ്ഞാൽ. ശാസ്ത്രമാത്രവാദം എന്ന് പറയും. ശാസ്ത്രത്തിലൂടെ തെളിഞ്ഞത് മാത്രമേ ശരിയുള്ളൂ എന്ന് വിശ്വസിക്കുന്ന വിഭാഗം. യഥാർത്ഥത്തിൽ ഈ ശാസ്ത്രത്തിലൂടെ തെളിഞ്ഞത് മാത്രമേ ശരിയുള്ളൂ എന്ന വാദം പോലും ശാസ്ത്രീയമായി തെളിഞ്ഞിട്ടില്ല. പിന്നെ എങ്ങനെ പോലെ വാദം ശരിയാവുക? ഇപ്പോൾ ശാസ്ത്രീയമായി തെളിഞ്ഞിട്ടില്ല എന്നൊരു വിഭാഗം പറയുമ്പോൾ ശാസ്ത്രീയമായി തെളിഞ്ഞത് മാത്രമേ ശരിയാവുള്ളൂ എന്നത് നിങ്ങളെ വാദപ്രകാരം ശാസ്ത്രീയമായി തെളിഞ്ഞിട്ടില്ല. കാരണം അത് ശാസ്ത്രീയമായി തെളിയില്ല, കാരണം അതൊരു ഫിലോസഫിക്കൽ പൊസിഷനാണ്. ഒരു പ്രത്യേക എപ്പിസ്റ്റമോളജിയിലൂടെ കിട്ടിയ കാര്യങ്ങൾ സയന്റിഫിക് എക്സ്പെരിമെന്റിലൂടെ പഞ്ചേന്ദ്രിയങ്ങളിലൂടെ പരീക്ഷിച്ച് നിരീക്ഷിച്ചറിഞ്ഞ് കിട്ടുന്ന നോളജ് ഉണ്ടല്ലോ, ഇങ്ങനെ കിട്ടുന്ന നോളജ് മാത്രമേ വാലിഡ് നോളജ് ഉള്ളൂ, ബാക്കിയൊക്കെ മിത്താണ് എന്ന വാദം പോലും ശാസ്ത്രീയമായി തെളിയിക്കാൻ കഴിയില്ല. കാരണം ശാസ്ത്രീയ മെറ്റീരിയൽ വേൾഡ്, ശാസ്ത്രം എന്ന് പറഞ്ഞാൽ മെറ്റീരിയൽ വേൾഡിനെ കുറിച്ചുള്ള ചർച്ചയാണ്. അപ്പൊ ശാസ്ത്രം തന്നെ നിൽക്കുന്നത് എന്തിന്റെ മുകളിലാണ്? ഒരു ഫിലോസഫിക്കൽ ബേസിന്റെ മുകളിലാണ്. ഇപ്പൊ രവിചന്ദ്രൻ കഴിഞ്ഞ ശുഐബുൽ സംഭവത്തിലൊക്കെ പറഞ്ഞു, പിന്നെ ശാസ്ത്രീയമായി തെളിഞ്ഞിട്ടില്ല. അപ്പൊ അദ്ദേഹത്തോട് ചോദിച്ചു, യുക്തിക്ക് ശാസ്ത്രീയമായ അടിത്തറുണ്ടോ? മനുഷ്യന് യുക്തി, സ്നേഹം പോലുള്ള വികാരങ്ങളൊക്കെ പടച്ചോ കൊടുത്തതാണ്. അതിനെ ശാസ്ത്രീയമായിട്ട് തെളിയിക്കാൻ കഴിഞ്ഞോളന്നില്ല, തെളിയിക്കാൻ കഴിയില്ല. യുക്തിയെ അള്ളാഹു മനുഷ്യർക്ക് ഇട്ടുകൊടുത്തതാണ്. അത് വെച്ചിട്ടാണ് നമ്മൾ മനുഷ്യരെ മറ്റു ജീവികളിൽ നിന്ന് വേർതിരിക്കുന്നത്. അപ്പൊ സയന്റിസം എന്നുള്ളത് കൂടെ നമ്മൾ തിരിച്ചറിയണം. ശാസ്ത്രമാത്രവാദം ആ വാദത്തിന്റെ ഒരു പ്രശ്നമാണ്. എന്തും ശാസ്ത്രീയമായി മാത്രമേ തെളിഞ്ഞാൽ മാത്രമേ നമ്മൾ അതൊരു യാഥാർത്ഥ്യമായി സ്വീകരിക്കുള്ളൂ എന്നുള്ളത്. അപ്പോൾ ചെറിയ കുട്ടികളൊക്കെ ചോദിക്കുമ്പോൾ അവനോട് ചോദിക്കുക, എടാ എന്തെങ്കിലും പ്രേമിച്ചിട്ടുണ്ടെങ്കിൽ എൻ്റെ മനസ്സിൽ തോന്നുന്ന ആ പ്രേമം എന്നുള്ള ഫീലിംഗ് എനിക്ക് എന്തെങ്കിലും ശാസ്ത്രത്തിൻ്റെ ടൂൾ കൊണ്ട് തെളിയിക്കാൻ പറ്റുമെന്ന് ചോദിക്കാം. സൂഫിയാക്കളൊക്കെ പറയുന്ന ഒരു ഉദാഹരണമാണ്. ഇപ്പം ഇന്തോനേഷ്യയിലെ മുല്യാദി കർട്ടനകാരെ ഒരു പുസ്തകം എഴുതിയിട്ടുണ്ട്. ആ പുസ്തകത്തിൽ അദ്ദേഹം പറയുന്നത്, പിന്നെ ഒരു ബസ് വന്ന് നിൽക്കുന്നു, രണ്ടാൾ ആ ബസ് ഇങ്ങനെ നോക്കുക. ബസ് നോക്കുന്ന സമയത്ത് രണ്ടാളുകൾ ആ ബസ് നിരീക്ഷിക്കുന്ന സമയത്ത് ആ ബസ്സിൽ നിന്നും ഒരാൾ ഇറങ്ങുക. ആ ഇറങ്ങുന്ന ആൾ ആ നോക്കി നിൽക്കുന്ന ആളിൽ ഒരാളുടെ പ്രണയിനിയാണെങ്കിൽ, ഈ നോക്കി നിൽക്കുന്ന ആരുടെ പ്രണയിനിയാണോ അയാളെ മനസ്സിൽ ഇവളെ കാണുമ്പോൾ അല്ലെങ്കിൽ ഇവനെ കാണുമ്പോൾ മനസ്സിലുണ്ടാകുന്ന അവൻ്റെ പ്രത്യേകതരം ഒരു ത്രോബിങ്, അവൻ്റെ ഹൃദയത്തിൽ ഉണ്ടാകുന്ന ആ ഒരു ഫീലിംഗ്, അത് തൊട്ടടുത്തുള്ള ആൾക്ക് തിരിച്ചറിയാൻ കഴിയില്ല. ആ നോളജ്, അപ്പോൾ ആ ഇൻഡ്യൂറ്റീവ് നോളജിന് ഉദാഹരണമായിട്ട് അത് പറയുന്നു. ഇപ്പം ലോകത്ത് ശാസ്ത്രീയമായ തെളിയാവൂ എന്നൊരു വാശിയുള്ളത് ഇവർക്ക് മാത്രമാണ്. അങ്ങനെ ശാസ്ത്രീയമായി തെളിയാത്ത ഒരുപാട് മേഖലകൾ ലോകത്ത് നിലനിൽക്കുന്നു എന്ന് നമ്മൾ അടിസ്ഥാനപരമായിട്ട് മനസ്സിലാക്കുക. പിന്നെ മനുഷ്യൻ എന്ന് പറഞ്ഞാൽ അടിസ്ഥാനപരമായിട്ട് അതിന് നിരീശ്വരവാദി ആവട്ടെ ആരാവട്ടെ, ഈ പറഞ്ഞ റിച്ചാർഡ് ഡോക്കിൻസിനെ പോലുള്ള നിരീശ്വരവാദികളൊക്കെ വലിയ സംഭവമായിട്ട് പറയുന്ന ആളുകളുണ്ടല്ലോ, അവരൊക്കെയും ഇപ്പോൾ നാസയിലെ ശാസ്ത്രജ്ഞന്മാർ ഉദാഹരണം എടുക്കുക, ഇവരൊക്കെ വിശ്വാസ ജീവികളാണ് അടിസ്ഥാനപരമായിട്ട്. അത് നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം. മതം ഉപേക്ഷിക്കൂ മനുഷ്യരാകൂ എന്ന് പറയും, ശാസ്ത്രീയമായ ജീവിത രീതി ശീലിക്കൂ, സയന്റിഫിക് ടെമ്പർ ഉണ്ടാക്കൂ, മതം ഉപേക്ഷിക്കൂ, ഇതാണ് സംസാരം. അപ്പോൾ മതം ഒഴിവാക്കിയാലേ ശാസ്ത്രീയമാവാൻ പറ്റുള്ളൂ, ശാസ്ത്രം ഒഴിവാക്കി കഴിഞ്ഞാൽ പിന്നെ ആകെ മതജീവിയായി പോകും എന്നുള്ള ഒരു ഫേക്ക് ബൈനറി ഇവരുണ്ടാക്കിയിട്ടുണ്ട്. ശരിക്കും നമ്മളെ പാരമ്പര്യത്തിൽ ഇത് രണ്ടും ഒരുമിച്ചാ പോയത്. അത് നമുക്ക് വിശദീകരിക്കാം. ഏതായാലും ഞാനൊരു സംഭവങ്ങളെ ധരിപ്പിക്കാം. അതായത് ഒരിക്കൽ ഹിന്ദുവിൽ
ഒരു പിന്നെ ഒരു ചിത്രം വന്നു. നാസയിലെ സയൻറ്റിസ്റ്റുകൾ കടലക്കുപ്പി, കപ്പലണ്ടിയുടെ കുപ്പി ഇന്ത്യൻ ശാസ്ത്രജ്ഞന്മാർക്ക് കൈമാറുന്നു. ഇന്ത്യൻ ശാസ്ത്രജ്ഞന്മാർ തേങ്ങയുടച്ചു. അതിൻ്റെ ചിത്രമാണ് മനോരമയിലൊക്കെ ഉണ്ട്. ഇന്ത്യൻ ശാസ്ത്രജ്ഞന്മാർ തേങ്ങയുടച്ചു. അപ്പം ഞങ്ങൾ ഇന്ത്യൻ ശാസ്ത്രജ്ഞന്മാർ തേങ്ങയുടക്കുക എന്നുള്ളത് ഇറ്റ്സ് പോസിബിൾ, സാധ്യമാണ്. കാരണം ഇന്ത്യക്കാരായ വിശ്വാസികളായ ശാസ്ത്രജ്ഞന്മാരായിരുന്നു. അവർ വർക്കത്തിന് വേണ്ടി തേങ്ങ ഉടച്ചത്. ഈ തേങ്ങ ഉടച്ച സാഹചര്യം ഏതാണെന്ന് നിങ്ങൾ, നിസാർ എന്ന് പറഞ്ഞ പ്രൊജക്റ്റ് ഉണ്ട്. നിസാർ എന്ന് അവർ വായിക്കുന്നുണ്ടോ എന്നറിയില്ല. NISAR, നാസ ഇസ്രോ സിന്തറ്റിക് അപ്പർച്ചർ റഡാർ മിഷൻ, പുതിയ ചൊവ്വാ ദൗത്യം എന്തോ മറ്റോ. ഇതിന് ഇന്ത്യയിൽ നിന്നും അമേരിക്കയിൽ പോയ, നാസയിൽ പോയ ശാസ്ത്രജ്ഞന്മാർ തമ്മിൽ ചെയ്യുന്ന കാര്യമാണ് പറഞ്ഞത്. അമേരിക്കൻ ശാസ്ത്രജ്ഞന്മാർ, നാസയിലെ ശാസ്ത്രജ്ഞന്മാർ ഒരു കുപ്പി കപ്പലണ്ടി ഇന്ത്യൻ ശാസ്ത്രജ്ഞന്മാർ കൊടുക്കുന്നു, ഇന്ത്യൻ ശാസ്ത്രജ്ഞന്മാർ തേങ്ങ എടുക്കുന്നു. ഇത് രണ്ടിൻ്റെ ചിത്രമാണ് വന്നത്. അപ്പോൾ ഞാനിങ്ങനെ അന്വേഷിച്ച് നോക്കി എന്താണ് ഈ കപ്പലണ്ടിയുടെ പിന്നിൽ. അപ്പോൾ നിങ്ങൾക്ക് ഗൂഗിൾ ചെയ്താൽ വായിക്കാം. JPL's ലക്കി പീനട്ട് നടിച്ചാൽ വായിക്കാം. ആ കഥ എന്താണെന്ന് വെച്ചാൽ, റേഞ്ചർ മിഷൻ, റോവർ മിഷൻ എന്നൊക്കെ പറഞ്ഞിട്ട് പണ്ടേ അമേരിക്ക നടത്തുന്ന കുറേ ദൗത്യങ്ങളുണ്ട്. സ്പേസുമായി ബന്ധപ്പെട്ട, ശൂന്യാകാശവുമായി ബഹിരാകാശവുമായി ബന്ധപ്പെട്ട ദൗത്യങ്ങളുണ്ട്. 1960കളിൽ ഒക്കെ തുടങ്ങിയതാണ്. ഇപ്പോൾ റേഞ്ചർ മിഷനിലെ ആദ്യത്തെ 7 മിഷനും പരാജയപ്പെട്ടു. പത്രത്തിലൊക്കെ നമ്മൾ ലൈവായിട്ട് നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. ഒരുപാട് കമ്പ്യൂട്ടറുകളൊക്കെ തുറന്നിച്ച് എല്ലാവരും ഇങ്ങനെ ഇരിക്കണ ചിത്രം ഉണ്ടാവും. അപ്പോൾ അത് വിജയിച്ച് കഴിഞ്ഞാൽ ഹഗ് ചെയ്ത് കൈയൊക്കെ കൊടുത്ത് ആരവങ്ങളൊക്കെ മുഴക്കി വിജയം ആഘോഷിക്കുന്നത് നമ്മൾ കണ്ടിട്ടുണ്ടാവും. ആദ്യത്തെ 7 പരാജയപ്പെട്ടു. അങ്ങനെ 8ാമത്തത് നടക്കുന്ന സമയത്ത് അവിടെ ജെറ്റ് പ്രൊപ്പൽഷൻ ലബോറട്ടറി, US ജെറ്റ് പ്രൊപ്പൽഷൻ ലബോറട്ടറിയിലെ ഡിക് വാലസ് എന്ന പേരിലൊരു എഞ്ചിനീയർ, അയാൾ പറഞ്ഞു നിങ്ങൾ ഏതായാലും നിങ്ങളെ സ്ട്രെസ്ഡ് ഔട്ടായി ഇരിക്കണ്ട, ഒന്ന് ചില്ലായിരുന്നോളി എന്നൊക്കെ കൊണ്ട് കുറച്ച് കടലൊക്കെ വിതരണം ചെയ്യും. എല്ലാവരും കടലൊക്കെ തിന്നു. ഈ സാധനം മേലൊക്കെ പോയി. ഇൻസിഡൻ്റലി അതങ്ങോട്ട് വിജയിച്ചു. അല്ലാഹു അക്ബർ. അത് വിജയിച്ചപ്പോൾ ഇത് റേഞ്ചർ മിഷൻ 7 or 8 ആണ്. അങ്ങനെ വിജയിച്ചു. സ്വാഭാവികമായിട്ട് അത് കഴിഞ്ഞു പോയി. റേഞ്ചർ മിഷൻ 9 വന്നു. 9 വന്നപ്പോൾ എല്ലാവരും ജെറ്റ് പ്രൊപ്പൽഷൻ ലബോറട്ടറിയിൽ ഇങ്ങനെ സ്ട്രെസ്ഡ് ഔട്ടായിരിക്കുന്ന സമയത്ത് അപ്പോൾ ഡിക് വാലസ് അല്ല, അപ്പോൾ വേറൊരാൾ കപ്പലണ്ടി കുറച്ച് ഇടുക്കി. ഒരു മനസ്സമാധാനത്തിന് എല്ലാവരും കപ്പലണ്ടി ചെയ്തു. പിന്നെ അതിന് ശേഷം റോവർ മിഷൻ വന്നു, വേറൊരു മിഷൻ വന്നു, അപ്പോളോ, ചന്ദ്രൻ പോണ അപ്പോളോ മിഷൻ വന്നു. പിന്നെ അതിന് ശേഷം ഇപ്പോൾ നമ്മളിപ്പോൾ പറഞ്ഞ നിസാർ എന്ന് പറയുന്ന മിഷൻ വന്നു. ഇങ്ങനെയുള്ള സാധനങ്ങളൊക്കെ വരുമ്പോഴും കടല ഒഴിവാക്കാൻ പറ്റാത്തൊരു സാധനമായിട്ട് നാസയിലെ ജെറ്റ് പ്രൊപ്പൽഷൻ ലബോറട്ടറിയിൽ വിതരണം ചെയ്യപ്പെട്ടു. ഒരു മനസ്സമാധാനത്തിന് അല്ലേ? ഈ മനസ്സമാധാനമാണ് മനുഷ്യൻ്റെ ഉള്ളിലുള്ള ഒരു പരമമായ ശക്തിയെ തേടുന്നതിൻ്റെ ഒരു തെളിവ്. അപ്പോൾ നമ്മളിപ്പോൾ എന്തായാലും കടലിനെ നമ്മൾ ആരാധിക്കാൻ പോണില്ല, കടലിൻ്റെ നമ്മൾ വർക്കത്തെടുക്കാനും പോണില്ല. നമ്മൾ അതിൻ്റെയൊക്കെ സൃഷ്ടാവ്, അതിൻ്റെ എല്ലാം അപ്പുറത്തുള്ള സൃഷ്ടാവിനെയാണ് നമ്മൾ പടച്ചവനായി കാണുന്നത്. അതവിടെ വെക്കട്ടെ. ഈ സംഭവം JPL's ലക്കി പീനട്ട് എന്നടിച്ചാൽ ആ കഥ നിങ്ങൾക്ക്, ആ സംഭവങ്ങൾ നിങ്ങൾക്ക് വിശദമായിട്ട് വായിക്കാൻ പറ്റും. വേറെ സംഭവം പറയുന്നത് കസാക്കിസ്ഥാനിലെ മനുഷ്യനൊരു അടിസ്ഥാനപരമായിട്ട് മനുഷ്യനൊരു ഫെയ്ത്ത് ബീയിങ് ആണെന്ന് സൂചിപ്പിക്കാനാണ് ഞാനീ പറഞ്ഞത്. ബൈക്കനൂർ കോസ്മോഡ്രോം, കസാക്കിസ്ഥാൻ. അതായത് നമ്മളിപ്പോൾ തിരുവനന്തപുരത്തെ തുമ്പ വിക്ഷേപണ കേന്ദ്രം, സതീഷ് ധവാൻ സ്പേസ് സെൻറ്റർ എന്നൊക്കെ പറഞ്ഞ പോലുള്ള ഒരു സ്ഥലമാണ്. അവിടെ നിന്ന് ആദ്യമായിട്ട് യൂറി ഗഗാറിൻ സ്പേസിലേക്ക് പോയപ്പോൾ മൂപ്പര് ഈ ബൈക്കനൂർ കോസ്മോഡ്രത്തിലേക്ക് മൂപ്പര് ഒരു ബസ്സിലാണ് കൊണ്ടുവന്നത്. ഈ പേടകത്തിൽ കയറുന്നതിന് മുമ്പ് ബസ്സിൽ കൊണ്ടുവന്ന് മൂപ്പര് അവിടെ വന്ന് ഇറങ്ങി. മൂപ്പർക്ക് ചെറിയൊരു മൂത്രശങ്ക. മൂപ്പര് അതിൻ്റെ ആ ബസ്സിൻ്റെ പിൻസീറ്റിൻ്റെ ഒരു ടയറിൻ്റെ അവിടെ പോയിട്ട് പിന്നിലെ ഒരു ടയറിന് പോയിട്ട് മൂപ്പര് മൂത്രമൊഴിച്ചു കയറിപ്പോയി. സക്സസ്ഫുൾ ആയിരുന്നു ആ യാത്ര. ആദ്യമായിട്ടുള്ള ബഹിരാകാശ സഞ്ചാരം സക്സസ്ഫുൾ ആയിരുന്നു. അങ്ങനെ അതിനുശേഷം പിന്നീട് അവിടുന്ന് പോകുന്ന ആളുകളൊക്കെ എന്ത് ചെയ്യും? അവർ വന്ന ബസ്സിൻ്റെ പിന്നത്തെ ചക്രത്തും ഒന്ന് മൂത്രമൊഴിക്കും. ഒരു മനസ്സമാധാനത്തിൽ, അല്ല ഒന്നും ഉണ്ടായിട്ടല്ല, അങ്ങനെയുള്ള പറയാം. പെണ്ണുങ്ങളാണെന്നുണ്ടെങ്കിൽ കുപ്പിയിലൊക്കെ മൂത്രം എടുത്ത് വന്നിട്ട് അവിടെ ഒന്ന് ഒഴിച്ചു കൊടുക്കും. അതായത് അവിടെ പരസ്യമായിട്ട് മൂത്രമൊക്കെ അവർക്ക് കഴിയില്ലല്ലോ. 2015 February 8 മലയാള മനോരമ ഞായറാഴ്ച പേജാ തോന്നുന്നുണ്ട്. അതിൽ ഈ വിഷയം പറയുന്നുണ്ട്. ശാസ്ത്രത്തിൻ്റെ ചിറകിലേറിയാണ് യാത്രയെങ്കിലും മനുഷ്യർക്ക് അവരുടെ അടിസ്ഥാന ചോദനയെ മറച്ചു വെക്കാൻ കഴിയുന്നില്ല. മിർച്ചി എലിയാദെ എന്ന് പറഞ്ഞിട്ട് ഒരു റോമൻ ഹിസ്റ്റോറിയൻ ഉണ്ട്. അവർ മനുഷ്യരെ വിശേഷിപ്പിച്ചത് ഹോമോ റിലീജിയോസസ് എന്നാണ്. മുമ്പ് അങ്ങനെ പറഞ്ഞവരൊക്കെ ഉണ്ട്, പഴയ ഫിലോസഫേഴ്സൊക്കെ പറഞ്ഞിട്ടുണ്ട്. പക്ഷെ അദ്ദേഹം ഇത് ഒന്നുകൂടി ജനകീയമാക്കി. ഹോമോ റിലീജിയോസസ്, അടിസ്ഥാനപരമായിട്ട് മതജീവിയാണ് മനുഷ്യൻ. മനുഷ്യൻ്റെ ഉള്ളിലെ പരമമായ ശക്തിയിലേക്കുള്ള ഒരു ഉന്മുഖത, അതിനെ മനസ്സിലാക്കാനുള്ള
അതിൽ വിശ്വാസം അർപ്പിക്കാനുള്ള ഒരു ഉന്മുഖത മനുഷ്യൻ്റെ മനസ്സിനകത്തുണ്ട്. അത് ഇടിമിന്നലിനോട് വേണോ, അല്ലെങ്കിൽ അത് മറ്റെന്തെങ്കിലും ഫെറ്റിഷുകളോട് വേണോ, അതോ സർവശക്തനായ അള്ളാഹുവിനോട് വേണോ ആ ആരാധന എന്നതാണ് നമ്മുടെ അടിസ്ഥാന വ്യത്യാസം. അപ്പം നമുക്കതിൽ കൃത്യമായ നിലപാടുണ്ട്. അൺകോസ്ഡ് കോസായ റബ്ബിനോട് മാത്രമേ നമുക്ക് അത്തരം വിധേയത്വമുള്ളൂ, അല്ലാതെ കപ്പലണ്ടിനോടും അല്ലെങ്കിൽ തേങ്ങയോടും ഒന്നുമല്ല. ഓക്കെ, ഇങ്ങനെയാണ് നമ്മൾ മതം ശാസ്ത്രം തമ്മിലുള്ള ബന്ധത്തെ നമ്മൾ മനസ്സിലാക്കുന്നത്. പക്ഷേ മുസ്ലിങ്ങൾക്കൊരു ദുശ്ശീലമുണ്ട്. മുസ്ലിങ്ങൾ സത്യം പറഞ്ഞാൽ ഇത്തരം ശാസ്ത്രീയ പരീക്ഷണ നിരീക്ഷണങ്ങളൊക്കെ അതിലൊക്കെ ഏർപ്പെടാൻ വേണ്ടി കൽപ്പിക്കപ്പെട്ട ഒരു വിഭാഗമാണ്. അപ്പോൾ നിങ്ങൾ ആലോചിച്ച് നോക്കി, നമ്മളൊക്കെ സ്ഥിരമായിട്ട് ഓതുന്നതാണ് ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം, ഇന്ന ഫീ ഖൽഖിസ് സമാവാതി വൽ അർളി വഖ്തിലാഫിൽ ലൈലി വന്നഹാരി ലആയാതിൻ ലിഉലിൽ അൽബാബ്. ബുദ്ധിയുള്ളവർക്ക് ഒരുപാട് തെളിവുകളുണ്ട്. എന്തിൽ? ആകാശഭൂമികളുടെ സൃഷ്ടിപ്പിൽ, രാവും പകലും മാറി മാറി വരുന്നതിലൊക്കെ ബുദ്ധിയുള്ളവർക്ക് ദൃഷ്ടാന്തങ്ങളുണ്ട്. എന്നിട്ട് ഈ ആയത്തിന്റെ അർത്ഥം പറഞ്ഞിട്ട് ഞാൻ നിർത്താം. അല്ലദീന ഈ ബുദ്ധിയുള്ള ആളുകൾ, ആകാശഭൂമികളുടെ സൃഷ്ടിപ്പിൽ ബുദ്ധിയുള്ള ആളുകൾക്ക് ദൃഷ്ടാന്തമുണ്ട്. എങ്ങനെയുള്ള ആളുകൾ? അല്ലദീന യദ്കുറൂനല്ലാഹ ഖിയാമൻ വഖുഊദൻ വഅലാ ജുനൂബിഹിം വയതഫക്കറൂന ഫീ ഖൽഖിസ് സമാവാതി വൽ അർള്. നിന്നും ഇരുന്നും കടന്നും ഒക്കെ അള്ളാഹിനെ ഓർക്കുന്ന മനുഷ്യർ. അങ്ങനെ പറഞ്ഞാൽ നമുക്ക് നമ്മളെ മനസ്സിൽ ഇങ്ങനെ അത്തിപ്പുസ്താനൊക്കെ ഇങ്ങനെ വരും, സൂഫികളായ മനുഷ്യന്മാർ വരും. എന്നിട്ട് പറയണ അതിൻ്റെ ഒരു വയതഫക്കറൂന ഫീ ഖൽഖിസ് സമാവാതി വൽ അർള്. അവരാണെങ്കിലും ആകാശ ലോകങ്ങളെക്കുറിച്ചും ഭൂമിയെക്കുറിച്ചൊക്കെ ചിന്തിക്കും. എന്നിട്ട് അവർ പറയും റബ്ബനാ മാ ഖലഖ്ത ഹാദാ ബാത്തില, പടച്ചോനെ ഇതൊന്നും നീ വെറുതെ സൃഷ്ടിച്ചതല്ലല്ലോ, സുബ്ഹാനക ഫഖിനാ അദാബന്നാർ. അപ്പോൾ ആദ്യം നമ്മൾ നിർത്തുന്ന ഒരു സൂഫി ഇതിലേക്ക് നമ്മൾ മൈൻഡ് പോകും. ഇത് പറയണോ ലോകത്തെ ഏറ്റവും വലിയ ശാസ്ത്രജ്ഞരാവാനുള്ള ആഹ്വാനമാണ്. എന്നിട്ട് നമ്മളെ കൗമിൻ്റെ ശാസ്ത്രബോധം എന്താണ്? ഏതെങ്കിലും ഫോട്ടോഷോപ്പ് പറയുന്ന ഒരു ബിരുദൻ ഈ മേഘം ഉണ്ടല്ലോ, ദൂരെ നിന്ന് ഇങ്ങനെ ചക്രവാളത്തിൽ മേഘത്തിൻ്റെ ചിത്രം പകർത്തി ആവുമ്പം എല്ലാം ഇങ്ങനെ കുറച്ച് ബ്ലറായിട്ട് മുഹമ്മദ് എന്ന് അള്ളാന്നൊക്കെ എഴുതി കൊടുത്താണ് വിടും. സുബ്ഹാനല്ലാഹ് മാഷാ അല്ലാഹ്. അതാണ് നമ്മൾ അതിങ്ങനെ ഗ്രൂപ്പുകളിൽ നിന്ന് ഗ്രൂപ്പുകളിലേക്ക് മാഷാ അല്ലാഹ് ഈ ശാസ്ത്രബോധവും കൊണ്ട് ഇങ്ങനെ ഇരിക്കുകയാണ്. ഇപ്പോൾ യഥാർത്ഥത്തിൽ ഇതിൻ്റെയൊക്കെ ഉത്തരവാദിത്വം നമുക്കാണ്. അപ്പം നാം എവിടെയെങ്കിലും വിട്ട് ശാസ്ത്രം പഠിപ്പിച്ചാൽ നമ്മുടെ വേൾഡ് വ്യൂ മനസ്സിലാക്കുന്ന ശാസ്ത്രജ്ഞരുണ്ടാവില്ല, നമ്മുടെ ഓണ്ടോളജി എപ്പിസ്റ്റമോളജി ഉള്ള ശാസ്ത്രജ്ഞന്മാരുണ്ടാവില്ല. ശാസ്ത്രലോകത്തെ ഇന്നത്തെ ഏറ്റവും വലിയ പ്രതിസന്ധി എന്താ പറയുക? ദൈവം പോലുള്ളൊരു ചിന്തയിലേക്ക്, ഒരു ഫിലോസഫിക്കൽ ഇതിലേക്ക് എത്തുന്നില്ല ആളാണ്. റൂപ്പർട്ട് ഷെൽഡ്രേക്ക് എന്ന് പറഞ്ഞൊരു വ്യക്തിയാണ്. അദ്ദേഹം സയൻസ് ഡെല്യൂഷൻ എന്ന് പറഞ്ഞൊരു പുസ്തകം എഴുതി. ഗോഡ് ഡെല്യൂഷൻ എന്നുള്ള പുസ്തകമാണ്. ദൈവം എന്ന വിഭ്രാന്തി എന്നുള്ള പുസ്തകമാണ് റിച്ചാർഡ് ഡോക്കിൻസ് എഴുതിയത്. നിരീശ്വരവാദികളുടെ തലത്തൊട്ടപ്പൻ, നിയോ എത്തീസ്റ്റുകളുടെ തലത്തൊട്ടപ്പൻ. റൂപ്പർട്ട് ഷെൽഡ്രേക്ക് എഴുതിയ പുസ്തകത്തിന്റെ പേര് സയൻസ് ഡെല്യൂഷൻ. ഇന്ന് ലോകത്ത് നിൽക്കുന്ന സയൻസ് അന്ധവിശ്വാസപരമാണെന്നാണ് മൂപ്പർ അഭിപ്രായം. ആ പുസ്തകത്തിൽ ആ തീം അദ്ദേഹം വളരെ വ്യക്തമായിട്ട് ഡെവലപ്പ് ചെയ്യുന്നുണ്ട്. ഇൻഷാ അല്ലാഹ് ബാക്കി നിസ്കാരം കഴിഞ്ഞതിന് ശേഷം പറയാം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അവരാണ് എന്ന് നമ്മൾ പറഞ്ഞിരുന്നു. പ്രപഞ്ചത്തെ ഇന്ന് ഏറ്റവും കൂടുതൽ അടുത്ത് മനസ്സിലാക്കാനുള്ള ഒരു കാര്യം, ഒരു ടൂള് അത് ശാസ്ത്രം തന്നെയാണ്, ഫിസിക്സ് തന്നെയാണ്. അപ്പോൾ നല്ല ഈമാനുള്ള ആളുകൾ വളരെ ഗൗരവതരമായ ശാസ്ത്രീയ പഠന നിരീക്ഷണങ്ങളിലൊക്കെ ഏർപ്പെടണം എന്നുള്ളതും കൂടെയാണ്. നമ്മൾ നേരത്തെ മുസ്ലിങ്ങളുടെ ഒരു ദുസ്വഭാവത്തെക്കുറിച്ച് പറഞ്ഞു. മുസ്ലിങ്ങളുടെ രണ്ടാമത്തെ ഒരു ദുസ്വഭാവമാണ് മില്യൺ കണക്കിന് ഡോളർ ചെലവാക്കിയിട്ട് ശാസ്ത്രജ്ഞന്മാർ ഓരോന്ന് കണ്ടെത്തും. എന്നിട്ട് നമ്മൾ ഇവിടെ ഇങ്ങനെ ഇരുന്നിട്ട് ഇതൊക്കെ നമ്മളെ ഖുർആനിലുണ്ടല്ലോ എന്ന് പറയും. അത് നമ്മളൊരു സ്ഥിരം പരിപാടിയാണ്. നിങ്ങൾ പോയി കണ്ടുപിടിക്കണോ എന്നാണ് പടച്ചോൻ പറയുന്നത്. നിങ്ങളൊക്കെ ഇതിൻ്റെ ആൾക്കാരാവി, എന്നിട്ട് മനുഷ്യരാശിക്ക് വഴി തെളിയിക്കുന്ന ആളുകളായി തീരുക എന്ന് പടച്ചോൻ പറയുന്നു. പക്ഷെ അങ്ങനെ ചെയ്യാതിരിക്കുകയും നമ്മുടെ കൂട്ടത്തിൽ നിന്ന് ഇത്തരം ശാസ്ത്രീയ പരീക്ഷണങ്ങളിലേക്ക് ആളുകൾ ഇല്ലാതിരിക്കുകയും ഒക്കെ ചെയ്യുന്നതാണ് ഇത്തരം ആളുകൾക്ക് മതവും ശാസ്ത്രവും വേറെയാണ് എന്നൊരു ചിന്തയ്ക്ക് രൂപപ്പെടാൻ കാരണം. നമ്മെ സംബന്ധിച്ചിടത്തോളം മതത്തിൽ നിന്നും ഉത്ഭൂതമായിട്ട് ശാസ്ത്രത്തെ സമീപിച്ച ഒരു പാരമ്പര്യമാണ് നമുക്കുള്ളത്. മതത്തിൽ നിന്നും പ്രചോദിതമായിട്ട് ശാസ്ത്രീയ പഠനങ്ങളിൽ എൻഗേജ് ചെയ്ത മനുഷ്യന്മാരുടെ, അത്തരം ആളുകളുടെ ഒരു പാരമ്പര്യമാണ് നമുക്കുള്ളത്. അതിനൊന്നാമത്തെ കാരണം, ഇപ്പോൾ ജിയോമെട്രി മുസ്ലിങ്ങൾ വികസിപ്പിച്ചത്ര മറ്റാരും വികസിപ്പിച്ചിട്ടില്ല. ജിയോമെട്രി വികസിപ്പിക്കുക എന്ന് പറഞ്ഞാൽ കോണളവ്, കണക്കുകൾ, വൃത്തം, അങ്ങനത്തെ കാര്യങ്ങൾ മുസ്ലിങ്ങളെ ഏറ്റവും അധികം വികസിപ്പിക്കാൻ കാരണം ഭൂമി ഉരുണ്ടിട്ടാണല്ലോ.
നിസ്കാരം കൃത്യമായിട്ട് നിലനിൽക്കണം, ടൈം സോണുകൾ പലതും ഉണ്ട്, ജിയോഗ്രഫി പല രീതിയിലും ഉണ്ട്, ഖിബില നിർണ്ണയിക്കണം. ഇതൊക്കെ ഏറ്റവും വലിയ ആവശ്യം മുസ്ലിങ്ങൾക്കായിരുന്നു. അതുകൊണ്ട് തന്നെ അതിനു വേണ്ട ശാസ്ത്രം അവർ വികസിപ്പിച്ചെടുത്തു. അപ്പോൾ ഭൂമിയുടെ കോണളവ്, ജിയോമെട്രിക്കലായിട്ട് ഭൂമിയുമായി ബന്ധപ്പെട്ട ഒരുപാട് കാര്യങ്ങൾ മുസ്ലിങ്ങൾ നൂറ്റാണ്ടുകൾക്ക് മുമ്പേ, 1000 വർഷം മുമ്പേ വികസിപ്പിച്ചെടുത്തു. അതിനൊരു കാരണം മുസ്ലിങ്ങളെ മതകീയമായ ആവശ്യം കൂടിയായിരുന്നു. അതോ ശാസ്ത്രമുള്ളൊരു ബന്ധമാണ് പറയുന്നത്. ഇങ്ങനെ ഒരു പാരമ്പര്യമുള്ള നമ്മളാണ് സോഷ്യൽ മീഡിയയിൽ ഇതൊന്നും ശാസ്ത്രീയമായി തെളിയിക്കപ്പെട്ടിട്ടില്ല എന്ന് പറയുമ്പോൾ ലോക്കായി പോകുന്ന കുട്ടികൾ നമ്മളെ വീട്ടിലൊക്കെ ഉണ്ടാവുന്നത്. അത് വളരെ നമ്മൾ ചിന്തിക്കേണ്ട ഒരു വിഷയമാണ്. മദ്രസകളിൽ നിന്നൊക്കെ ഇത്തരം ചോദ്യങ്ങൾ ഉണ്ടാകുമ്പോൾ വളരെ നിസ്സാരമായിട്ടാണ് പലപ്പോഴും ഉസ്താദുമാര് അതിനോട് പ്രതികരിക്കാറുള്ളത്. വലിയ ശാസ്ത്രമൊന്നും പഠിച്ചിട്ടില്ലെങ്കിലും മദ്രസയിൽ ഉസ്താദുമാരെല്ലാവരും ശാസ്ത്രജ്ഞന്മാരാവുന്നത് നടപ്പുള്ള കാര്യമൊന്നുമല്ല. പക്ഷേ നടപ്പുള്ളൊരു കാര്യമുണ്ട്, ഇങ്ങനെ ഒരു പാരമ്പര്യമൊക്കെ നമുക്കുണ്ട് എന്ന് മനസ്സിലാക്കേണ്ടത്. 2015 നിങ്ങൾക്ക് ഓർമ്മ ഉണ്ടാവും, യുനെസ്കോ ഇന്റർനാഷണൽ ഇയർ ഓഫ് ലൈറ്റ് ആയി പ്രഖ്യാപിച്ചതാണ്. അതൊരു ഇന്റർനാഷണൽ ഇയർ ഓഫ് ലൈറ്റ് പ്രഖ്യാപിച്ചത്, ആഘോഷിച്ചത് ആരുടെ ഓർമ്മക്കായിരുന്നു? ഇബ്നുൽ ഹൈസം എന്ന് പറയുന്ന ഒരു മുസ്ലിം ശാസ്ത്രജ്ഞന്റെ ഓർമ്മക്കായിരുന്നു. ഇബ്നുൽ ഹൈസം പ്രകാശത്തെക്കുറിച്ചുള്ള തിയറികളൊക്കെ വികസിപ്പിച്ചു. ഇബ്നുൽ ഹൈസം ഇബ്നുൽ ഹൈസം അദ്ദേഹത്തിന്റെ തിയറികൾ അവതരിപ്പിക്കുന്നതിന് മുമ്പ് ലോകത്ത് മനസ്സിലാക്കിയിരുന്നത് ഒരു വസ്തുവിനെ മനുഷ്യന്മാർ കാണല് കണ്ണിൽ നിന്നൊരു പ്രകാശം ആ വസ്തുവിലേക്ക് പോകുമ്പോഴാണ്. ടോളമിയൊക്കെ അങ്ങനെ പറഞ്ഞു. അങ്ങനെ ടോളമി പറഞ്ഞതാണ് എല്ലാവരും വിശ്വസിച്ചത്. ഇബ്നുൽ ഹൈസം പറഞ്ഞു അങ്ങനെയല്ല, ഒരു വസ്തുവിൽ പ്രകാശം തട്ടി ആ വസ്തുവിൽ നിന്നും ആ പ്രകാശം നമ്മുടെ കണ്ണിൽ തട്ടി പ്രതിഫലിക്കുമ്പോഴാണ് നമ്മൾ വസ്തുക്കളെ കാണുന്നത് എന്നായിരുന്നു ഇബ്നുൽ ഹൈസം പറഞ്ഞത്. കാമ്യൂറ ഒബ്സ്ക്യൂറ എന്നുള്ള ആശയമൊക്കെ പിന്നീട് വികസിപ്പിക്കപ്പെട്ടു. കാമ്യൂറ ഒബ്സ്ക്യൂറ എന്നുള്ള ഇതാണ് ക്യാമറ എന്നുള്ള വാക്ക് എന്ന് നമുക്കറിയാം. ഇബ്നുൽ ഹൈസമിന്റെ കിതാബുൽ മനാദിർ ഉണ്ട്, ബുക്ക് ഓഫ് ഒപ്റ്റിക്സ്. ഈ ബുക്ക് ഓഫ് ഒപ്റ്റിക്സിന്റെ അതിനോടുള്ള ആദര സൂചകമായിട്ടാണ് 2015 യുനെസ്കോ ഇന്റർനാഷണൽ ഇയർ ഓഫ് ലൈറ്റ് ആഘോഷിച്ചത്. നമ്മളെ കുട്ടികൾക്കൊന്നും അറിയുമായിരുന്നില്ല. അതുപോലെ ഫ്രാൻസിലെ ഒരു ഇന്റർനാഷണൽ ആസ്ട്രോണമിക് യൂണിയൻ ഫ്രാൻസ് ഉണ്ട്, ഇന്റർനാഷണൽ ആസ്ട്രോണമിക് യൂണിയൻ ഫ്രാൻസ്. അവര് ചന്ദ്രനിലെ ഒരു കുഴിക്ക് നൽകിയ പേര് ഇബ്നു ഫിർനാസിന്റെ പേരാണ്, അബ്ബാസ് ഇബ്നു ഫിർനാസിന്റെ പേരാണ്. അബ്ബാസ് ഇബ്നു ഫിർനാസ് ഗ്രാനഡയിലെ ഒരു കുന്നിന്റെ മുകളിൽ, ഒരു ഗോപുരത്തിന്റെ മുകളിൽ കയറി നിന്നിട്ട് ചാടിയ ചരിത്രം നമുക്കറിയാം. അബ്ബാസ് ഇബ്നു ഫിർനാസ് പക്ഷികളൊക്കെ നിരീക്ഷിച്ചിട്ട് ലോകത്തെ ആദ്യത്തെ അൺപവേർഡ് ഫ്ലൈറ്റ് ആയിരുന്നു. എഞ്ചിനില്ലാത്ത ഫ്ലൈറ്റ്, ഇന്ധനങ്ങൾ ഉപയോഗിക്കാത്ത ഫ്ലൈറ്റ്. പക്ഷികളെ നിരീക്ഷിച്ചിട്ട് ചിറകും തൊക്കെ ഉണ്ടാക്കിയിട്ട് അദ്ദേഹം ചാടി. ആളുകളൊക്കെ അത്ഭുതപ്പെട്ടു. ചില ആളുകൾ ഇയാൾക്ക് വട്ടാണെന്ന് പറഞ്ഞു. അങ്ങനെ ഇബ്നു ഫിർനാസ് കുറച്ചു നേരം, ഏതാനും മിനിറ്റുകൾ ഇങ്ങനെ അന്തരീക്ഷത്തിൽ പറന്നു കിടന്നു. പിന്നീട് അദ്ദേഹം ക്രാഷ് ലാൻഡ് ചെയ്തു. കാരണം പക്ഷികളെ നിരീക്ഷിച്ചപ്പോൾ ചിറകിന്റെ ഫംഗ്ഷൻ അദ്ദേഹം അത്ര ശ്രദ്ധിച്ചിരുന്നില്ല. ചിറകല്ല, വാലിന്റെ ഫംഗ്ഷൻ. ഫ്ലൈറ്റിന് വാല് ചൊറുക്കിന് കൊടുത്താന്നുള്ളതാണ് നമ്മളൊക്കെ വിചാരം. അതെങ്ങനെയാണ് വായുവിനെ സ്ട്രീം ലൈൻ ചെയ്തിട്ട് അത് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നതൊക്കെ. നിങ്ങൾ വിൻഡോ സീറ്റിൽ ഇരിക്കുന്ന ആളുകളാണെങ്കിൽ ഫ്ലൈറ്റിന്റെ പ്രൊപ്പല്ലറിന്റെ മുകളിലെ ചിറക് ചലിക്കുന്ന നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും. നമ്മൾ ഈ സോപ്പൊക്കെ മുറിക്കുമ്പോൾ കത്തി ചെരിച്ചു വെച്ചാൽ ഇങ്ങനെ ചെരിഞ്ഞു പോകും, നേരെ വെച്ചാൽ നേരെ പോകും. ഇതുപോലുള്ളൊരു ഫംഗ്ഷൻ വായുവിൽ ഈ ചിറകുകൾ ചെയ്യുന്നത് നമ്മൾ ശ്രദ്ധിച്ചാൽ മനസ്സിലാവും. നമ്മൾ ചെറുപ്പത്തിലെ ദീനി അറിവുമായി ബന്ധപ്പെടുത്തിയൊക്കെ കുട്ടിയൊക്കെ അത്ര കാര്യങ്ങൾ പഠിപ്പിച്ചു കൊടുക്കുന്നതിൽ കൂടെ നമുക്ക് അവരെ ഇതിലേക്ക് അടുപ്പിക്കാൻ പറ്റും. എൻ്റെ ഉപ്പാൻ്റെ അടുത്താണ് എനിക്ക് ദീൻ കിട്ടിയത്, എൻ്റെ ഉപ്പാൻ്റെ അടുത്ത് തന്നെയാണ് എനിക്ക് ഫിലോസഫി ഓഫ് നോളജും കിട്ടിയത് എന്നൊരു കുട്ടിക്ക് പറയാൻ പറ്റും. ഏതായാലും ഇബ്നു ഫിർനാസിന്റെ പേരിൽ ഇബ്നു ഫിർനാസ് അങ്ങനെ വീണു. അദ്ദേഹം പരിക്കുകളൊക്കെ ഏറ്റു. അന്ന് അദ്ദേഹത്തിന് 80 വയസ്സിലധികം ഉണ്ടായിരുന്നു. ലോസ്റ്റ് ഹിസ്റ്ററി എന്നുള്ള പുസ്തകത്തിൽ മോർഗൻ അത് പറയുന്നുണ്ട്. ദി എൻഡ്യൂറിംഗ് ലെഗസി ഓഫ് മുസ്ലിം സയന്റിസ്റ്റ്, തിങ്കേഴ്സ് ആൻഡ് ആർട്ടിസ്റ്റ് മൈക്കൽ ഹാമിൽട്ടൺ മോർഗൻ. നഷ്ടചരിത്രം എന്നുള്ള പേരിൽ ബുക്ക് പ്ലസ് ഒക്കെ ഇറക്കിയിട്ടുണ്ട്. നമ്മൾ വായിക്കേണ്ട ഒരു പുസ്തകം. അങ്ങനെ ഒരുപാട് പുസ്തകങ്ങളുണ്ട്, ഒന്ന് പറഞ്ഞു തന്നുള്ളൂ. അതുപോലെ ഇബ്നു നഫീസ് പൾമണറി ബ്ലഡ് സർക്കുലേഷൻ കണ്ടെത്തിയ ആളായിരുന്നു. അതായത് ഹൃദയത്തിന്റെ ഒരറയിൽ നിന്നും മറ്റേ അറയിലേക്ക് സർക്കുലർ ആയിട്ടാണ് ബ്ലഡ് സർക്കുലേഷൻ നടന്നുകൊണ്ടിരിക്കുന്നത് കണ്ടെത്തിയ ആൾ. ഇപ്പൊ അത് വില്യം ഹാർവിന്റെ പേരിലാണ് ഓടുന്നത് കേട്ടോ. അതുപോലെ ഒരുപാട് ആളുകൾ. ഇംഗ്ലീഷിൽ ഗിബറിഷ് എന്നൊരു വാക്കുണ്ട്, നോൺസെൻസ് എന്നാണ് അർത്ഥം.
ജാബിർ ഇബ്നു ഹയ്യാൻ എന്നുള്ള പേരിലാണ് വന്നത്. ജിബ്ബറിഷ് എന്നായിരുന്നു അതിന്റെ അസല് പ്രയോഗം. ജാബിർ ഇബ്നു ഹയ്യാൻ കെമിസ്ട്രിയെ കുറിച്ച് എഴുതിയിട്ട് ആളുകൾക്ക് പെട്ടെന്ന് മനസ്സിലാവായിട്ടാണ് അങ്ങനെ ഒരു പ്രയോഗം തന്നെ വന്നത്. ജാബിർ ഇബ്നു ഹയ്യാനാണ് ഹൈഡ്രോക്ലോറിക് ആസിഡ് കണ്ടെത്തിയത്, നമ്മുടെ ആമാശയത്തിലൊക്കെ ദഹിപ്പിക്കാൻ ഉപയോഗിക്കുന്ന ആസിഡ് കണ്ടെത്തിയത് എന്ന് ലോസ്റ്റ് ഹിസ്റ്ററിയിൽ മൈക്കൽ ഹാമിൽട്ടൺ മോർഗൻ പറയുന്നത് കാണാം. അതുപോലെ സെഹ്റാവിയാണ് കാറ്റ്ഗട്ട് എന്ന് പറഞ്ഞിട്ടൊരു സർജിക്കൽ നൂല് കണ്ടെത്തിയത്. അതായത് ഈ തൊലിയോട് ചേർന്ന് നിൽക്കും, സർജറി ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ തൊലിയോട് ചേർന്ന് തന്നെ അത് അഡാപ്റ്റായി പോകും. അത് ഏതോ മൃഗങ്ങളുടെ അകിടിൽ നിന്നോ അങ്ങനെ എന്തോ വേർതിരിച്ചതായിരുന്നു. അൽ ഖവാരിസ്മിയുടെ അൽജിബ്ര, കിതാബുൽ ജബ്ർ വൽ മുഖാബല എന്ന അദ്ദേഹത്തിന്റെ പുസ്തകത്തിൽ നിന്നാണ് അൽജിബ്ര എന്നുള്ള വാക്ക് വന്നത്. ആൾജിബ്രിക് എക്സ്പ്രഷൻ എന്നുള്ള ദാറുദ്ദീനിലൊക്കെ നമ്മൾ പഠിക്കുമ്പോൾ സയൻസിൽ അങ്ങനെ ഒരു യൂണിറ്റ് തന്നെ ഉണ്ട്, ആൾജിബ്രിക് എക്സ്പ്രഷൻസ്. ഈ സാധനം കിതാബുൽ ജബ്ർ വൽ മുഖാബല എന്നാണ് അന്ന് നമ്മൾ പഠിച്ചിട്ടില്ല. അങ്ങനെയാണ് സിലബസ് ഒക്കെ ഉണ്ടാക്കിയിട്ടുള്ളത്. അതുകൊണ്ട് നമ്മൾ മനസ്സിലാക്കണം, നമ്മുടെ കുട്ടികൾ മദ്രസയിൽ പഠിക്കുമ്പോൾ, ഇനി സ്കൂളിൽ പഠിക്കുമ്പോൾ അവിടെ വരുന്ന ചരിത്രം, അവിടെ വരുന്ന ഫിലോസഫി, അവിടെ വരുന്ന സയൻസ് എല്ലാം ചില കാര്യങ്ങൾ മറച്ചു വെക്കുകയും ചില കാര്യങ്ങൾ ഹൈലൈറ്റ് ചെയ്യുകയും ചെയ്യുന്ന രീതിയിലാണ്. ഇവിടെ ആ ആൾക്കാരാണ് നമ്മളെ ഈക്വാലിറ്റിയും ടോളറൻസും ഒക്കെ പഠിപ്പിക്കാൻ വരുന്നത്. നിങ്ങളെ മതത്തിൽ ഈക്വാലിറ്റി ഇല്ല, നിങ്ങൾക്ക് സഹിഷ്ണുത ഇല്ല. ഏതാൾക്കാർ സിലബസും എല്ലാ കാര്യങ്ങളും ഫ്രെയിം ചെയ്ത് അത് കുട്ടികളെ പഠിപ്പിക്കുക. നമ്മുടെ കുട്ടികൾ ഒരു പക്ഷേ അൽബിറൂനിയെ കേട്ടിട്ടുണ്ടാവില്ല. അൽബിറൂനി ഒരു കുന്നിന്റെ മുകളിൽ നിന്നിട്ട് സൂര്യന്റെ രശ്മിയെ നിരീക്ഷിച്ചിട്ട് ഭൂമിയുടെ ചുറ്റളവ് രേഖപ്പെടുത്തിയ മനുഷ്യനാണ് അദ്ദേഹം. 24,778.5 മൈലാണ് ഭൂമിയുടെ ചുറ്റളവ് എന്ന് പറഞ്ഞു. ഇന്ന് ആധുനിക ഉപകരണങ്ങൾ വെച്ച് കണ്ടെത്തിയപ്പോൾ 122.5 മൈൽ വ്യത്യാസത്തിലാണ്, കൃത്യമാണ് അൽബിറൂനിയുടെ അളവ്. അൽബിറൂനി എന്നാ ജീവിച്ചത് നമുക്കറിയാം, 13-ാം നൂറ്റാണ്ടിലാണ്, 13-ലും 14-ലാണ് അദ്ദേഹം ജീവിച്ചത്. ഇത് സ്കൂളിൽ നിന്ന് കിട്ടൂല. ഇത് സ്കൂളിൽ നിന്ന് കിട്ടാതിരിക്കാനുള്ള ഒരു സിലബസ് സംവിധാനം ഇവിടെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. ആധുനിക എന്ന് നമ്മൾ ആധുനിക സമൂഹത്തിന്റെ എന്നൊക്കെ നമ്മൾ പറയലുണ്ട്. ഈ ആധുനികത എന്നുള്ളത് ഒരു കാലക്രമം മാത്രമല്ല, നമ്മൾ മനസ്സിലാക്കണം. അത് ലോകത്തൊരു പ്രത്യേക വേൾഡ് വ്യൂ അവതരിപ്പിച്ചിട്ടുണ്ട്. ആ വേൾഡ് വ്യൂ ആളുകളെ പഠിപ്പിക്കുക എന്നുള്ളതിനാണ് അതിന്റെ അജണ്ട. ഇപ്പൊ പറയാലോ, മതം കുത്തിവെക്കുന്നു. ഭാസ്കറിലേക്ക് മതം വിട്ടപ്പോൾ പറഞ്ഞത് മതം കുത്തിവെക്കുന്നു. ബാക്കിയുള്ള പിന്നെ കുത്തിവെക്കാതെ എങ്ങനെ ഉണ്ടാവണം? ഇവിടെ ഒക്കെ കുത്തിവെക്കാനല്ലേ സിലബസുകളിലൂടെ. സോഷ്യലിസം, ഫ്രഞ്ച് വിപ്ലവം, പിന്നെ ജെൻഡർ ഈക്വാലിറ്റി, ഇതെല്ലാം കുത്തിവെച്ചിട്ട് തന്നെ സ്കൂളിൽ പഠിപ്പിക്കുന്നത്. ചെറിയ മക്കളെ മതം പഠിപ്പിക്കരുത് എന്നാ ബാക്കിയുള്ള ഇവർ പറഞ്ഞൊക്കെ പഠിപ്പിക്കാം. ഫ്രഞ്ച് വിപ്ലവം, ഒക്ടോബർ വിപ്ലവം, ഇതൊക്കെ ലോക ചരിത്രത്തിൽ നടന്ന നിർണായക സംഭവങ്ങളായിട്ട് ഇവർ രേഖപ്പെടുത്തി വെക്കുന്നുണ്ട്. അബ്രഹാം ലിങ്കണെ പഠിപ്പിക്കും, പിന്നെ അതുപോലെ വിൻസ്റ്റൺ ചർച്ചിലിനെ പഠിപ്പിക്കും, ടിപ്പു സുൽത്താനെ പഠിപ്പിക്കൂല. അതെന്താ? ടിപ്പു സുൽത്താൻ ലോക ചരിത്രത്തിൽ ബ്രിട്ടീഷ് സാമ്രാജ്യത്തെ വിറപ്പിച്ച ഒരു ശല്യം എന്ന് ബ്രിട്ടീഷുകാർക്ക് തോന്നിയ ഒരേ ഒരു മനുഷ്യൻ ഇന്ത്യൻ സബ് കോണ്ടിനെന്റിൽ ടിപ്പു സുൽത്താനായിരുന്നു. 1707 പിന്നെ നമ്മുടെ ഔറംഗസീബ് മരണപ്പെട്ടതിന് ശേഷം 1807 വരെയുള്ള മുഗൾ ഭരണകാലഘട്ടം, ആന്ധ്രാപ്രദേശ് മുതൽ അഫ്ഗാനിസ്ഥാൻ വരെയുള്ള ഭാഗം മുഗളന്മാർ ഭരിച്ചിരുന്നു ഇവിടെ. എന്നിട്ട് അതിന്റെ ഒരു തകർച്ചയുടെ കാലഘട്ടമാണ് ഈ ഔറംഗസീബിന്റെ ഭരണം മുതൽ 1806 വരെയുള്ള ചക്രശ്വാസം വലിക്കുക. ആ സമയത്താണ് മറാത്തകളും നൈസാമുമാരൊക്കെ ഇവിടെ ഒരു പരസ്പരം കൊള്ളൊക്കെ നടത്തിയിട്ടുള്ളൊരു പ്രത്യേക ഒരു ഭരണക്രമം ഇവിടെ ഉണ്ടായിരുന്നില്ല. പക്ഷെ ടിപ്പു സുൽത്താൻ അവിടെ കൃത്യമായ ഒരു ഭരണക്രമം ഉണ്ടാക്കിയത്. ഫ്രാൻസിൽ നിന്നും കൊണ്ടുവന്ന കുറച്ച് തോക്കുകൾ ഉണ്ടായിരുന്നു, മൈസൂരിൽ ഉണ്ടാക്കുന്ന തോക്കിന്റെ അത്ര നിലവാരമില്ലാന്നിട്ട് അദ്ദേഹം തിരിച്ചയച്ചു. ഇത് ലോകത്തെ ബ്രിട്ടീഷ് സാമ്രാജ്യത്തെ വിറപ്പിച്ച ഒരു മനുഷ്യൻ, ആ മനുഷ്യന്റെ ചരിത്രം അത് ഇസ്ലാമിക് സിവിലൈസേഷൻ വേറെ കോഴ്സ് എടുത്ത് പഠിക്കണം, എന്നാലേ കിട്ടുള്ളൂ. അൽബിറൂനിയുടെ ചരിത്രം, മുസ്ലിങ്ങൾ ലോക ചരിത്രത്തിന് നൽകിയ ശാസ്ത്രീയവും മാനവികവുമായ സംഭാവനകൾ അത് സ്കൂളിൽ നിന്ന് കിട്ടൂല. അത് കുട്ടികളെ ജനറൽ നോളജ് ഒക്കെ വേറൊരു സാധനം. അതാരാ നിർണ്ണയിക്കുന്നത്? അത് നിർണ്ണയിച്ച ആളുകളാണ് നമ്മെ സ്വാതന്ത്ര്യവും സഹിഷ്ണുതയൊക്കെ പഠിപ്പിക്കാൻ വരുന്നത് എന്ന മിനിമം കോമൺ സെൻസ് നമുക്ക് ഉണ്ടാവണം. അത് നമുക്ക് പഠിപ്പിച്ചു കൊടുക്കാനും പറ്റണം. അത് നമുക്ക് മാത്രമേ അത് പറ്റുള്ളൂ എന്നാണ് അടിസ്ഥാനപരമായ കാര്യം. അപ്പൊ ഏതായാലും നമ്മൾ ഈ വിഷയത്തിലേക്ക് വരാം. അപ്പോൾ ഇവിടെ കുറച്ചൊരു നെറേറ്റീവ് ഉണ്ട്. സ്വാതന്ത്ര്യം, മനുഷ്യാവകാശം, പിന്നെ ചോയ്സ്, പേഴ്സണൽ ചോയ്സ്, ഇങ്ങനെയുള്ള കുറേ സാധനങ്ങളുണ്ട്. ഇതിൽ പൊതിഞ്ഞിട്ടാണ് ഇസ്ലാമിനെതിരെയുള്ള കാര്യങ്ങൾ വരിക.
നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടല്ലോ? LGBT ആണെങ്കിൽ Q പ്രശ്നങ്ങളാണെങ്കിലും, പിന്നെ ഇനി താന്തോന്നിവാദം. ഒരിക്കൽ ലിബറലിസം എന്നുള്ള വാക്കിന് ഉദാരവാദം എങ്ങനെ ഒരു വാക്കർത്ഥമുണ്ട് എന്ന് ഞാനൊരു വേദിയിൽ പ്രസംഗിച്ചു. അപ്പോൾ സിയാം സാഹിബ് അവിടെ ഉണ്ടായിരുന്നു. അദ്ദേഹം എന്നോട് പറഞ്ഞു, നിങ്ങൾ ഉദാരവാദം എന്നുള്ള ആ ടേം മാറ്റിയിട്ട് താന്തോന്നിവാദം എന്ന് ട്രാൻസ്ലേറ്റ് ചെയ്താൽ മതി ഇനി മുതൽ. അപ്പോൾ അതുകൊണ്ട് ഇനി മുതൽ അത് പറയണം. ഈ ഉദാരത എന്ന് പറഞ്ഞാൽ ചെയ്യാലോ ആവാലോ എന്നുള്ളൊരു അതിനാണ് ലിബറലിസം, അതിനാണ് അത് ഉപയോഗിക്കുക. പക്ഷെ നിലവിൽ ആത്യന്തികമായിട്ട് അത് എന്താണെന്ന് വെച്ചാൽ താന്തോന്നിത്തരം. ഇവിടെ ഖത്തർ യൂണിവേഴ്സിറ്റിയിലെ ആ പ്രൊഫസർ എൻ്റെ പ്രോഗ്രാമിൻ്റെ തീമിന് പറ്റിയ ഒരു നല്ലൊരു ഇൻട്രൊഡക്ഷൻ അദ്ദേഹം ഇവിടെ തന്നത് അല്ലേ? നമ്മളത് ശ്രദ്ധിച്ചു. ലിബ്രാലിയ എന്നുകൊണ്ട് അദ്ദേഹം വിശദീകരിച്ചു. ഞാൻ അദ്ദേഹത്തോട് പറഞ്ഞു, അപ്പോൾ തന്നെ ഞങ്ങളുടെ ഈ മൊത്തം നമ്മളെ ഈ പരിപാടിയോട് നമ്മൾ ഉദ്ദേശിച്ചതുള്ള നല്ലൊരു മുഖദ്ദിമയാണ് നിങ്ങൾ തിയററ്റിക്കലായിട്ടുള്ള ഒരു മുഖദ്ദിമയാണ് നിങ്ങൾ തന്നത് ഞാൻ അദ്ദേഹത്തോട് സൂചിപ്പിച്ചു. അദ്ദേഹത്തിന് വലിയ സന്തോഷമായി. അതായത് അദ്ദേഹം പറഞ്ഞത് നമ്മൾ ലിബറലിസത്തെ കുറിച്ച് പറയുമ്പോൾ അത് ഓതാറുണ്ട്. കാരണം ലിബറലിസം പറയുന്നത് എന്താണ്? ചോയ്സ്, ഫ്രീഡം തുടങ്ങിയ വാക്കുകളിലൂടെയാണ് ഈ കാര്യങ്ങൾ കൊണ്ടുവരിക. ഇതൊക്കെ സ്കൂളിൽ പഠിപ്പിക്കുകയാണ്, ഇതൊക്കെ യൂണിവേഴ്സിറ്റികളിൽ പഠിപ്പിക്കുകയാണ്. പക്ഷെ നമ്മുടെ കയ്യിലൊരു എത്തിക്സ് ഉണ്ട്, അത് പഠിപ്പിക്കുന്നില്ല. അതൊരു സാമുദായികമായ സാധനമായിട്ട് മാറിയിട്ടുണ്ട്. ലോകത്ത് എല്ലാ സമൂഹങ്ങളും മാനവികവും ശാസ്ത്രീയവുമായ സംഭാവനകൾ ലോകത്ത് വേണ്ടി ചെയ്തിട്ടുണ്ട്. അതൊക്കെ അതും കൂടി പരിഗണിച്ചിട്ട് വേണ്ടേ സിലബസ് ഒക്കെ ഉണ്ടാക്കാൻ. വ്യത്യസ്തമായ എപ്പിസ്റ്റമോളജിക്കൽ കാറ്റഗറിയിലുള്ള എപ്പിസ്റ്റമോളജിക്കൽ ട്രഡീഷനെ പിന്തുടരുന്ന വിവിധ മതസമൂഹങ്ങൾ എന്ത് ചെയ്തിട്ടുണ്ട്? ലോകത്തിന് ആവശ്യമായ പല എത്തിക്സുകളും പല സംഭവങ്ങളും സംഭാവന ചെയ്തിട്ടുണ്ട്. അതൊക്കെ ചരിത്രത്തിൽ എടുത്ത് അതൊക്കെ ഉൾപ്പെടുത്തിയിട്ടാണല്ലോ സ്കൂളിന്റെ സിലബസ് ഉണ്ടാക്കേണ്ടത്. പക്ഷെ അങ്ങനെയല്ല ഉണ്ടാക്കിയിട്ടുള്ളത്. അത് മോഡേൺ സെക്കുലർ ലിബറൽ എന്നുള്ള ഒരു പ്രത്യേക അജണ്ട വെച്ചിട്ടുള്ള പ്രത്യേക വാല്യൂ പരിഗണിച്ചിട്ടുള്ള ഒരു ഫ്രെയിംവർക്കിനകത്താണ് ഉണ്ടാക്കിയിട്ടുള്ളത്. ഞാനൊരു കാര്യം വളരെ ഗൗരവത്തോടെ പറയാം. നമ്മൾ കുട്ടിക്ക് +1 ഫുൾ A+ ആണ്, +2 ഫുൾ A+ ആണ്, SSLC ഫുൾ A+ ആണ്. ഇനി നീറ്റിന് വിടണം, JEEക്ക് വിടണം. മാഷാ അല്ലാഹ് അതിലൊക്കെ ഫസ്റ്റ് കിട്ടി, റാങ്ക് കിട്ടി, KMCC അനുമോദിച്ചു, SKSF കമ്മിറ്റി അനുമോദിച്ചു. ഇതൊക്കെ നമ്മൾ സപ്പോർട്ട് ചെയ്യുന്ന ആൾക്കാരാണ്. എന്താണ് ഈ കുട്ടികൾ പഠിക്കുന്നത് നമ്മൾ നോക്കുന്നുണ്ടോ? അവർ പഠിക്കുന്നത് ഇതൊക്കെയാണ്. ജെൻഡർ ന്യൂട്രാലിറ്റി പോലുള്ള സംഭവങ്ങളാണ് പഠിക്കുന്നത്. മിനിമം അവർ പഠിക്കുന്നതിൻ്റെ അതിൻ്റെ ഒരു റിഫ്ലക്ഷൻ നമ്മൾ ബോധ്യപ്പെട്ടുണ്ടാവും. നമ്മൾ വീടുകളിലൊക്കെ പിന്നെ വാപ്പിച്ചി അത് നിൻ്റെ ചോയ്സല്ലേ, വാപ്പിച്ചി അത് ഓളെ ചോയ്സല്ലേ എന്ന് പറയുന്ന കുട്ടികളെ നമ്മൾ സ്ഥിരമായിട്ട് നമ്മൾ വീടുകളിലൊക്കെ ഇപ്പോൾ കാണാറുണ്ട്. അങ്ങനെ ചെയ്യണ്ടെന്ന് പറഞ്ഞാൽ അതെന്തുകൊണ്ടാണ് അങ്ങനെ ചെയ്യുന്നത് നമ്മൾ കുട്ടികൾ തിരിച്ചു ചോദിക്കാറുണ്ട്. കാരണം അതെന്തിലേക്കുള്ള സൂചനയാണ്? ഹവാഹു എന്ന ആ ഒരു വേൾഡ് വ്യൂ, എൻ്റെ ധർമ്മം, എൻ്റെ ധാർമ്മികത ഞാൻ തീരുമാനിക്കും എന്നത് പ്രചോദിപ്പിക്കാനുള്ള ഒരു വേൾഡ് വ്യൂ ആധുനിക സെക്കുലർ മോഡേൺ സിലബസിലൂടെ നമ്മുടെ തലമുറകളിൽ നിന്നും തലമുറകളിലേക്ക് കൈമാറ്റം ചെയ്യപ്പെട്ടതിൻ്റെ ഫലമായിട്ട് ആണ് ഔദ്യോഗികമായിട്ട് ഇത് പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പം നമ്മൾ ഇതിനെക്കുറിച്ച് ചിന്തിക്കേണ്ടതുണ്ട്. എന്തുകൊണ്ട് മതം എന്ന് ചോദിച്ചാൽ പല കുട്ടികൾക്കും അറിയില്ല. മതം എന്നൊക്കെ പറഞ്ഞാൽ ഒരു ആചാരം, ഒരു അനുഷ്ഠാനം. മൗലൂദിനെ വിളിച്ചാൽ മൗലൂദിന് പോവും, മദ്രസക്ക് പോണ സമയത്ത് മദ്രസയിലേക്ക് പോവും. പിന്നെ ചെറിയ ചെറിയ നിരീശ്വരവാദ സംഭവങ്ങളും പ്രവണതകളൊക്കെ മനസ്സിലുണ്ടെങ്കിലും തുറന്ന് പറയില്ല ചെറുപ്പക്കാരെ. കാരണം കല്യാണമൊക്കെ വരാനുള്ള പ്രായമായിരിക്കും. കല്യാണം വരുന്ന അതുകൊണ്ട് മാത്രം പറയാത്ത മക്കളെ നമുക്കറിയാം. അവരുടെ വിവാഹം, അവരുടെ സോഷ്യലായിട്ടുള്ള അവരുടെ ഒരു എക്സിസ്റ്റൻസ്, ഇതൊന്നും തകരാതിരിക്കാൻ വേണ്ടിയിട്ട് ഈ സംഭവങ്ങൾ ഇവർ പുറത്ത് പറയില്ല. നമ്മൾ നിരീക്ഷിച്ച് നോക്കി, ഒരു ചെറിയൊരു സ്പേസ് കൊടുത്താൽ ഇവർ ചോദ്യം ചോദിക്കും. നമ്മൾ ഒറ്റ കൊണ്ടുപോയി ചോദിച്ചു നോക്കിക്കൾ. ഒരു ചെറിയൊരു സ്പേസ് കൊടുത്താൽ ഇവർക്ക് ഒരുപാട് ചോദ്യങ്ങളുണ്ടാവും. ഇപ്പം എന്തുകൊണ്ട് മതം എന്ന് വെച്ചാൽ പ്രത്യേകിച്ചൊരു ഉത്തരം അവർക്ക് ഉണ്ടാവില്ല. അപ്പം നിങ്ങൾ ആലോചിച്ച് നോക്കി, ഒരു 2 തീം ഞങ്ങൾ മുമ്പിലാക്കുക. ഒന്ന് വേദന, ഒന്ന് നീതി. ഇപ്പോൾ വേദന, ഞാനൊരു എക്സാമ്പിൾ പറഞ്ഞാൽ, ഇപ്പം എൻ്റെ വീട്ടിലൊരിക്കൽ എൻ്റെ പെങ്ങൾ വിരുന്ന് വന്നപ്പോൾ, നമ്മളൊക്കെ എല്ലാവരുടെ വീട്ടിലും സംഭവിക്കുന്നു. പെങ്ങളെ കുട്ടീനെ എടുത്തിട്ട് ഇങ്ങനെ അടുക്കളയിലേക്ക് വരാം. അപ്പം ഉമ്മ അങ്ങനെ സ്പെഷ്യലൊക്കെ ഉണ്ടാക്കി വെച്ചിട്ട് അവിടെ ഒരു മുട്ട വിഴുങ്ങിയിട്ട് അതിൻ്റെ മേലെ ഒരു അവിടെ പാത്രമൊക്കെ അടച്ചു വെച്ചിട്ട് ഇങ്ങനെ അതിൻ്റെ അടിയിലേക്കാണ് പെങ്ങൾ വരുന്നത്. ഈ കുട്ടി ഒരു 1.5 വയസ്സുള്ള കുട്ടിയാണ്. കുട്ടി ഇങ്ങനെ അങ്ങോട്ട് വന്നിട്ട് പെങ്ങളെ ഇവിടെ പാസ് ചെയ്യുന്നതിൻ്റെ ഇടയിൽ ഈ മുട്ട വിഴുങ്ങി വെച്ച കലത്തുമ്പോൾ തൊട്ട്, നല്ല ചൂടുള്ള കല. കുട്ടി കൈ വലിച്ചിട്ട് ഭയങ്കര കരച്ചിൽ, സ്വാഭാവികമാണ്. അപ്പോൾ അവിടെ ഉമ്മാക്ക് 2 ഓപ്ഷനാണുള്ളത്. ഒന്നുകിൽ കലത്തിനോട് ചൂടാവണം, അല്ലെങ്കിൽ പെങ്ങളോട് ചൂടാവണം. കുട്ടിനോട് ചൂടാവാം. ഈ 2 ഓപ്ഷനും പറ്റൂല. അവസാനം പിന്നെ ഉമ്മ പെങ്ങളോട് ശ്രദ്ധിക്കണ്ടേ എന്നൊക്കെ പറഞ്ഞ് കുറേ കാര്യങ്ങൾ പറഞ്ഞു. പക്ഷെ ഞാൻ അവിടെ ചിന്തിച്ചു, ഈ കുട്ടിക്ക് ഇതിൻ്റെ ഒരു മീനിങ് എന്താ?
ഈ കുട്ടി എന്തെങ്കിലും തെറ്റ് ചെയ്തിട്ടുണ്ടോ? കുട്ടി ഒരു തെറ്റും ചെയ്തില്ല, കുട്ടി നിഷ്കളങ്കനം. 1.5 വയസ്സായ കുട്ടിക്ക് ഇത് എന്താ സംഭവിച്ചത് തന്നെ മനസ്സിലായില്ല. 1.5 വയസ്സും ആയിട്ടില്ല അപ്പോൾ ഞങ്ങളുടെ കുട്ടിക്ക്. ഈ വേദനയുടെ അർത്ഥം എന്താണ്? അള്ളാഹു മനുഷ്യർക്ക് പല സമയങ്ങളിലായിട്ട് പല ട്രെയിനിങ്ങുകളും കൊടുക്കും. അത് മുൻദു തുഫൂലത്തിഹി, അത് അള്ളാഹിന്റെ സുന്നത്തുകളിൽ പെട്ടതാണ്. അപ്പൊ കുറച്ച് കുട്ടികൾ തീപിടുത്തത്തിൽ വെന്ത് മരിച്ചു, അതുകൊണ്ട് ദൈവമല്ല. ഇത് ലളിതമായ യുക്തിയാണ്, ഇത് എല്ലാവർക്കും വേഗം കിട്ടും. അയ്യോ എന്ത് ക്രൂരത, ദൈവമല്ല. ഇങ്ങനെ എന്തെങ്കിലും ഒരു പ്രശ്നം സംഭവിച്ചാണെങ്കിൽ അത് നോക്കിയിട്ട് ദൈവമല്ല എന്ന് പറഞ്ഞാൽ അത് എത്ര ലളിതമായ യുക്തിയാണ്. ആയിക്കോട്ടെ ദൈവമല്ല, ഇനി ബന്ധമുണ്ട്, ഒരു പ്രതീക്ഷയില്ലല്ലോ. ഇപ്പൊ വയനാട് ഉരുൾപൊട്ടലുണ്ടായി, ഒരുപാട് ആളുകൾ മരണപ്പെട്ടു, ഒരുപാട് ആളുകളെ കയ്യും കാലും ഒക്കെ വേറിട്ട് പോയി, പലരും പല കബറിലുമായി. ഇതുകൊണ്ട് ദൈവമല്ല എന്ന് പറഞ്ഞാൽ പിന്നെ എന്താ ഉള്ളത്? നമുക്ക് ദൈവമുണ്ട് വിശ്വസികൾക്ക് അങ്ങനെ ഒരു പ്രതീക്ഷയെങ്കിലും ഉണ്ട്, ബാക്കിയുള്ളവർക്ക് എന്ത് കോപ്പാണുള്ളത്? ഒന്നുമില്ല. ഫലസ്തീനിൽ അതങ്ങനെ ഒരു നിലയും വിലയില്ലാതെ മരിച്ചുകൊണ്ടിരിക്കുന്നു. പക്ഷെ ഫലസ്തീനികൾ ഷഹാദത്തിന് ആഘോഷിക്കുന്നു. ഒരു ഭൗതികമായ കണ്ണുകൊണ്ട് മാത്രം നോക്കുക എന്നുണ്ടെങ്കിൽ എന്ത് പ്രതീക്ഷയുണ്ട്? ഒരു പ്രതീക്ഷയില്ല. പക്ഷെ നമ്മൾ വേദന എന്നുള്ള ആ ഒരു തീം അത് മാത്രം നമ്മൾ മനസ്സിലാക്കി നോക്കും. അതുപോലെ നീതി, ആ രണ്ടാമത്തെ തീം, ഇതെടുത്ത് മനസ്സിലാക്കി നോക്കും. ഇതിന്റെ ആത്യന്തികമായ ഇതിന്റെ പരിഹാരം എവിടുന്ന് കിട്ടണം? അത് സംഭവിക്കാനൊരു ലോകം ഇവിടെ വേണമല്ലോ. ഇപ്പൊ പുതിയ സമാൻ സയ്യിദ് നൂർസി പറയുന്നുണ്ട്, മനുഷ്യർക്ക് വിശേഷ ബുദ്ധിയുണ്ട്. വിശേഷ ബുദ്ധിയുള്ള മനുഷ്യൻ അവന് നീതിയെക്കുറിച്ച് അവൻ ചിന്തിക്കും. എന്നിട്ട് അവന് നീതി ലഭ്യമായിട്ടില്ലെങ്കിൽ അവന്റെ ഏറ്റവും വലിയ അനുഗ്രഹമായ ചിന്ത അവന് ശാപമായി തീരും. അതുകൊണ്ട് ആഖിറണ്ട് എന്ന് അദ്ദേഹം പറയുന്നു. നിസാര കാര്യം, നമ്മളിപ്പോൾ ടാക്സ് കൊടുക്കുന്നു, എന്ത് സാധനം വാങ്ങുകയാണെങ്കിലും അതിന് SGST, പിന്നെ GST എന്നൊക്കെ പണ്ട് എന്തും ഗവൺമെന്റ് എല്ലാ നിലക്കും നമ്മളെ വരിഞ്ഞു മുറുക്കിയിരിക്കുക. ഇപ്പോഴും മേലംകുളത്തുനിന്ന് പെരിന്തൽമണ്ണക്കുള്ള റോഡ് 5 കൊല്ലമായി. എന്തൊരു കഷ്ടമാണ് യാത്ര. ഇതിനൊക്കെ ഒരു പരിഹാരമുണ്ട്, ഇതൊക്കെ തീരുമാനമാവണ്ടേ? ഇത് തീരുമാനമാവാൻ ഒരു ലോകമുണ്ട് എന്നാണ് നമ്മളൊക്കെ വിശ്വസിക്കുന്നത്. ഇപ്പൊ ഗസയിൽ ചെറിയ കുട്ടികൾ നമ്മള് പിന്നെ സോഷ്യൽ മീഡിയയിലൊക്കെ കാണുന്നു. ഇതിനൊക്കെ തീരുമാനമുള്ള ഒരു സ്ഥലം വേണ്ടേ? നിങ്ങൾ 10 കൊല്ലമായിട്ട് ഒരാളെ വഞ്ചിച്ചുകൊണ്ടിരിക്കാന്നില്ല, പറ്റിച്ചുകൊണ്ടിരിക്കുക. ഒരാളെ കാഷ്യറാണ് നിങ്ങൾ സങ്കല്പിക്കുക. നിങ്ങളെല്ലാ മാസവും ഒരു 100 റിയാൽ, ഇവിടെ ഇരിക്കണ ആരും അങ്ങനെയല്ല, ഞാനൊരു എക്സാമ്പിൾ പറയാം, അതിന് എടുക്കുന്നുണ്ട് നിൽക്കുക, ഒരാളും അറിയില്ല. അങ്ങനെ എടുക്കണ എത്ര മനുഷ്യന്മാർ അങ്ങനെ ജീവിക്കുന്നുണ്ട്? ഇതിനൊക്കെ ഒരു തീരുമാനം വേണ്ടേ? അതുകൊണ്ട് ആഖിറത്തിൽ വിശ്വസിക്കുന്ന നമ്മൾ, നമ്മുടെ എപ്പിസ്റ്റമോളജിയുടെ അടിസ്ഥാന സ്വഭാവം അൺസീൻ വേൾഡിനെ വിശ്വസിക്കുന്നു. അൽ-ഈമാൻ ബിൽ ഗൈബാണല്ലോ നമ്മുടെ അടിസ്ഥാന വിശ്വാസമാണല്ലോ. അല്ലദീന യുമിനൂന ബിൽ ഗൈബ്, ഗൈബ് കൊണ്ട് വിശ്വസിക്കുന്ന ആളുകൾ എന്ന നിലക്ക് നമ്മൾക്ക് ഇതിൽ ഇതിനാണ് വേൾഡ് വ്യൂ എന്ന് പറയുന്നത്. നമ്മളിവിടെ കൊടുത്ത ഒരു സബ് ടൈറ്റിൽ വേൾഡ് വ്യൂ എന്നാണ്. ഓരോരുത്തരും ഓരോ വിഷയത്തെ വ്യത്യസ്ത വേൾഡ് വ്യൂയിലാണ് കാണുക. നമ്മൾ ആഖിറം കൂടി കണക്ട് ചെയ്തിട്ടാണ് കാണുക. നമ്മളിപ്പോൾ നിങ്ങൾക്ക് തോന്നുന്നുണ്ടാവും നമ്മളിപ്പോൾ ആഖിറത്തിൽ നമുക്ക് വിശ്വാസം ഉണ്ടല്ലോ, പക്ഷെ നമ്മൾ ജീവിത വ്യവഹാരത്തിൽ ആഖിറം കണക്ട് ചെയ്തിട്ടില്ലെങ്കിൽ നമുക്ക് ആകെ പാളിപ്പോകും. ഇപ്പൊ ലോകത്ത് നടക്കുന്ന ഒരുപാട് പ്രശ്നങ്ങൾ, ഒരുപാട് സംഭവങ്ങൾ, അനീതി, തികഞ്ഞ അനീതി. ഒരു കുഞ്ഞ് ബലാത്സംഗം ചെയ്യപ്പെടുന്നു. ബലാത്സംഗം ചെയ്യപ്പെട്ട് അതിന്റെ പ്രതികൾ ഭരണസ്വാധീനം ഉപയോഗിച്ച് രക്ഷപ്പെടുന്നു. ആ കുഞ്ഞിനെ വിളിച്ച് ഉണർത്താനുള്ള ശേഷി ആർക്കെങ്കിലും ഉണ്ടായിരുന്നെങ്കിൽ എണീറ്റ ഉടനെ ആ കുട്ടി ചോദിക്കെന്താ, എന്നെ ദ്രോഹിച്ച ആൾക്ക് നീതി കിട്ടുക എന്നാ ചോദിക്കുക. അപ്പൊ മനുഷ്യർക്ക് ഒരു സ്വഭാവമുണ്ട്, ലക്ഷണം നോക്കിയിട്ട് എന്ത് പറയും? കാര്യങ്ങൾ പറയും. ഇപ്പം മഴക്കാറ് കണ്ടാൽ മഴ പെയ്യാൻ സാധ്യതയുണ്ട് എന്ന് പറയും, സ്വാഭാവികം. എന്നതുപോലെ ഇവിടെ പുലരാത്ത നീതി കാണുമ്പോൾ നമുക്ക് ഉറപ്പാണ് ആഖിറണ്ട്. ഇത് ഹൃദയം കൊണ്ട് നമ്മൾ ഫീൽ ചെയ്യണം. ഇത് ഇന്റലക്ച്വലി സ്ഥാപിക്കല്ല വേണ്ടത്. ഇത് നമ്മുടെ മനസ്സിൽ ഹൃദയം കൊണ്ട് നമ്മൾ ഫീൽ ചെയ്യേണ്ട ഒരു കാര്യം. അപ്പോഴാണ് നമ്മൾ എന്ത് വ്യവഹാരങ്ങൾ ഇടപഴകുമ്പോഴും അതിൻ്റെ ഒരു ഗുണം നമ്മുടെ പ്രവർത്തനങ്ങൾക്ക് ഉണ്ടാവുള്ളൂ. നമ്മളൊരാളെ നിരന്തരമായി സഹായിച്ചുകൊണ്ടിരിക്കുക, നമുക്കൊരു പ്രയാസം വന്നപ്പോൾ നമ്മളെ സഹായിക്കാൻ ആരുമില്ല, ഈ സഹായിച്ച മനുഷ്യൻ പോലും ഇല്ല. നമ്മൾ അള്ളാഹുവിന് വേണ്ടി ചെയ്താണെന്നുണ്ടെങ്കിൽ നമുക്കൊരു ടെൻഷനും ഇല്ല, വി ക്യാൻ മൂവ് ഓൺ. അപ്പൊ നമ്മുടെ വേൾഡ് വ്യൂ എന്ന് പറഞ്ഞാൽ ദുനിയാവും ആഖിറവും ചേർന്നതാണ്. ഇത് എന്നും ഉസ്താമാര് പറയുന്നതാണ്, പക്ഷെ ഇതിനൊരു ഫിലോസഫിക്കൽ ബേസ് ഉണ്ട് എന്ന് മനസ്സിലാക്കാനാണ് ഞാൻ അത് പറഞ്ഞത്. ഇതിപ്പോ ആക്കോടെ ഇവിടെ ഇരിക്കുന്നുണ്ട്, ഉസ്താദ് സ്ഥിരം പറയുന്നത് തന്നെയാണ്, നമുക്കറിയുന്ന കാര്യമാണ്. പക്ഷെ ഇതിനൊക്കെ നമുക്കൊരു ഫിലോസഫിക്കൽ ബേസും കൂടെ ഉണ്ട്, അതും കൂടെ ഉണ്ട് എന്ന് നമുക്ക് അടിസ്ഥാനപരമായിട്ട് മനസ്സിലാക്കാവുന്നതാണ്.
അപ്പോൾ എക്സിസ്റ്റൻഷ്യൽ ക്വസ്റ്റ്യൻസ് പറയും, നമ്മുടെ അസ്തിത്വവുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങൾ അതുള്ള ജീവിയാണ് മനുഷ്യൻ. പോത്തുകൾക്കതില്ല. ഇപ്പൊ സോഷ്യൽ മീഡിയയിലൊക്കെ തരംഗമായൊരു സ്റ്റേറ്റ്മെന്റ്, പോത്തുകളൊക്കെ മൃഗങ്ങളൊക്കെ ഇപ്പൊ മതം ഉണ്ടായിട്ടാണ് ജീവിക്കുന്നത്. എന്തോ ഒരു ചാനലൊക്കെ വന്ന് ഭയങ്കര വർത്താനം, റീൽസും തീയും പുകയും ആകെ സംഭവമായി. പോത്തുകളൊക്കെ മതം, നല്ല ചോദ്യമാണല്ലോ ഇപ്പോൾ. പോത്തുകളൊക്കെ മതം ഉണ്ടായി. ഒരു പോത്തിനെ ഒരു പോത്ത് ചത്തു കഴിഞ്ഞാല് പരേതനായ എന്റെ പോത്തിന്റെ മകന്റെ പോത്ത് ചത്തു എന്നൊന്നും പറയില്ലല്ലോ. പോത്തിന് മേൽവിലാസമല്ലല്ലോ. ഒരിക്കൽ സി ഹംസ സാഹിബിനോട് സദസ്സിന് ഒരാൾ ചോദിച്ചു, പിന്നെ മൃഗങ്ങളും പോത്തുകളൊക്കെ മതം ഉണ്ടായിട്ടാണോ ജീവിക്കണത്? അപ്പോൾ ഹംസ സാഹിബ് എണീറ്റ് മൈക്കിൻ്റെ മുമ്പിൽ വന്നു, ഒന്നും ഉണ്ടാതെ അവിടെ തന്നെ പോയിട്ട്. അപ്പം ഇയാൾ പിന്നെ എണീറ്റ് ഭയങ്കര ശൗര്യത്തോടെ, നിങ്ങൾക്കൊക്കെ എന്താ മറുപടി ഇല്ലേ? അപ്പം അദ്ദേഹം പറഞ്ഞ മറുപടി, ഇത്തരം ചോദ്യങ്ങൾക്ക് മറുപടി ഇട്ടിരുന്നല്ല പോത്തുകൾ ജീവിക്കണം എന്നുള്ളതാണ്. അപ്പൊ ഇത്തരം ദാർശനികമായ ചോദ്യങ്ങൾ മനുഷ്യർക്കേ ഉള്ളൂ. നീതി അനീതി. ഇപ്പൊ നമ്മൾ സ്ഥിരമായിട്ട് നമ്മളെ വീട്ടിലുള്ള ഒരു കന്നുകാലിയോ അല്ലെങ്കിൽ ഒരു ആടോ അല്ലെങ്കിൽ ഒരു കോഴിയോ നമ്മൾ സ്ഥിരമായിട്ട് ഒരു മുട്ടുസൂചി കൊണ്ട് ഡെയിലി പോയിട്ട് അതിനെങ്ങനെ കുത്തു നിൽക്കുക. ഇന്നും കുത്തി, നാളെ കുത്തി, 3 ദിവസം കുത്തിട്ടിയപ്പോ ഈ പോത്ത് ചിന്തിക്കണം, ഇതിങ്ങനെ ഇട്ടാൽ ശരിയാവില്ല, അത് തികഞ്ഞ അനീതിയാണ്. ചിന്തിക്കൂല്ല. നീതി, ധർമ്മം, അധർമ്മം, ഇതിനെക്കുറിച്ചൊന്നും അവർക്കില്ല. അമാനത്ത് മനുഷ്യർക്കല്ലേ നൽകപ്പെട്ടുള്ളൂ. മനുഷ്യൻ ചോദിക്കപ്പെടുന്ന ഉറപ്പാ. പ്രപഞ്ചം മുഴുവൻ മുസ്ലിമാണ്. അതാണ് നമ്മുടെ വേൾഡ് വ്യൂവിന്റെ ഒരു അടിസ്ഥാന സ്വഭാവം. പ്രപഞ്ചം മുഴുവൻ മുസ്ലിമാണ്. ഇപ്പൊ ഭൂമി 1800 km/h കറങ്ങുന്നത്. ഭൂമി ചിന്തിക്കണം, ഞാനിഞ്ഞി ഒന്ന് സ്ലോ ആക്കിയാലോ, നേർപകുതിയാക്കിയാലോ. 1800 km/h ഉള്ളത് നേർപകുതിയാക്കിയാൽ നമ്മുടെ ഒരു ദിവസം 24 മണിക്കൂറുള്ളത് 48 മണിക്കൂറാവും. സ്വയം തിരിയണ വേഗത. ഇനി ഭൂമി ആലോചിക്കാൻ നമുക്ക് സ്പീഡാക്കിയാലോ, നല്ല വൈബായിരിക്കും. 3000 km/h എന്ന് ചിന്തിക്കാനുള്ള ശേഷി ഭൂമിക്കില്ല. കാരണം ഭൂമി മുസ്ലിമാണ്. പടച്ചവന്റെ നേച്ചുറൽ ലോ എന്താണോ വെച്ചുള്ളത് അതിനനുസരിച്ച് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുക. പ്ലാവ് ചിന്തിക്കുകയാണ്, അടുത്ത സീസണിൽ മാങ്ങ കായ്ച്ചാലോ. അങ്ങനൊരു ഓപ്ഷനില്ല. പ്രപഞ്ചം മുഴുവൻ മുസ്ലിമാണ്. അള്ളാഹ് മിൻ ഖശിയത്തില്ലാഹി, ഉതിർന്നു വീഴുന്ന പിന്നെ പാറക്കഷ്ണങ്ങളുണ്ട് എന്ന് ഖുർആനിലുണ്ടല്ലോ. അള്ളാഹുവിന് ഭയന്നുകൊണ്ട് താഴേക്ക് വീഴുന്ന പാറകഷ്ണങ്ങളുണ്ട് എന്നൊക്കെ ഖുർആൻ. ഒരുപാട് പ്രയോഗങ്ങൾ, ഒരുപാട് കാര്യങ്ങൾ. നമ്മൾ സ്ഥിരമായിട്ട് ഓതുന്ന കാര്യങ്ങളാണ്. എല്ലാം അള്ളാഹുവിന്റെ വിശുദ്ധിയെ വാഴ്ത്തുന്നു, തസ്ബീഹ് ചൊല്ലുന്നു. വലാകില്ലാ തഫ്ഖഹൂന തസ്ബീഹും, നമുക്ക് മനസ്സിലാവുന്നില്ല. അപ്പോൾ പ്ലാവിന് മാവ് കായ്ക്കാനുള്ള ഓപ്ഷൻ ഇല്ല. ഭൂമിക്ക് അതിന്റെ കറക്കത്തിന്റെ സ്പീഡ് കൂട്ടാനോ കുറക്കാനുള്ള ഓപ്ഷൻ ഇല്ല. സൂര്യനിൽ നിന്ന് ഒന്ന് വിട്ടുപോയാലോ, അപ്പൊ കുറച്ച് ചൂട് കുറഞ്ഞിട്ടു, അങ്ങനെ ആർക്കും ഒരു ഓപ്ഷൻ ഇല്ല. പക്ഷെ മനുഷ്യർക്ക് ഓപ്ഷൻ തന്നിക്കണം, കള്ള് കുടിക്കാനും കള്ള് കുടിക്കാതിരിക്കാനും, നന്മ ചെയ്യാനും തിന്മ ചെയ്യാനും. രണ്ടിനുള്ള ഓപ്ഷൻ. ഹൈവാനിയത്തും ഫലക്കിയത്തും, രണ്ട് പ്രകൃതവും അള്ളാഹു നിക്ഷേപിച്ച് തന്നിക്കണ്. ആ അമാനത്ത് മനുഷ്യർക്കുള്ളത്. എന്നിട്ടാണ് ഖിലാഫത്തുമായി അള്ളാഹു നമ്മെ ഇങ്ങോട്ട് വിട്ടിട്ടുള്ളത്. ഇത് നമ്മുടെ അടിസ്ഥാന വേൾഡ് വ്യൂവിന്റെ അടിസ്ഥാന ഭാഗമാണ്. അതുകൊണ്ട് തന്നെ ദാർശനികമായ ചോദ്യങ്ങൾ മനുഷ്യർക്ക് ഉണ്ടാവും. ഇപ്പോ ഹംസ സോർസിന്റെ ഒരു പുസ്തകമുണ്ട്, ഡിവൈൻ റിയാലിറ്റി. നമ്മളൊക്കെ വായിക്കേണ്ട ഒരു പുസ്തകം. അപ്പൊ നമ്മളെ ഈമാനും ഇസ്ലാമുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ തന്നെയാണ്. പക്ഷെ അതിന്റെ ഫിലോസഫിക്കൽ ബേസോട് കൂടെ അതിനെ പരിചയപ്പെടുത്തും എന്നുള്ളതാണ് അതിന്റെ പ്രത്യേകത. ദ ഡിവൈൻ റിയാലിറ്റി. ആ പുസ്തകത്തിൽ ആൻഡ് ദ മിറാജ് ഓഫ് എത്തീസം എന്നാണ് അതിന്റെ ഫുൾ പേര്. ആ പുസ്തകം അദ്ദേഹം തുടങ്ങുന്നത് ഒരു ഉദാഹരണം പറഞ്ഞതാണ്. നിങ്ങളൊരു എയറോപ്ലെയിനിൽ ഇരിക്കുക, നിങ്ങൾ സെഡേറ്റഡ് ആണ്, നിങ്ങളെ ആരോ മയക്കി കിടത്തിയിരിക്കുക. നിങ്ങൾ ഉണർന്ന് നോക്കുമ്പോൾ നിങ്ങളെ മുന്നിൽ എന്തുണ്ട്? നല്ല ഫ്രൂട്ട്സ് ഉണ്ട്, പാനീയങ്ങളുണ്ട്, ഭക്ഷണ പദാർത്ഥങ്ങളുണ്ട്, എന്ത് സർവീസും ചെയ്യാൻ തയ്യാറായ ക്യാബിൻ ക്രൂ ഉണ്ട്, പിന്നെ എയർ ഹോസ്റ്റസുകളുണ്ട്. അപ്പം നിങ്ങൾ ചിന്തിക്കുക, ഞാൻ ഹാപ്പിയാണല്ലോ, അടിപൊളിയാണല്ലോ. ഓനെ ഹാപ്പി ആവുമോ? ചില ചോദ്യങ്ങൾക്ക് ഉത്തരം കിട്ടാതെ ഈ എയറോപ്ലെയിൻ എവിടുന്ന് ടേക്ക് ഓഫ് ചെയ്തു? ഈ എയർക്രാഫ്റ്റ് എങ്ങോട്ട് പോകുന്നു? ആരാണ് എന്നെ സെഡേറ്റ് ചെയ്തിട്ട് ഇവിടെ കൊണ്ടുവന്നിരുത്തിയത് എന്നതിന് ഉത്തരം കിട്ടാതെ ഓ ഹാപ്പിയാണെന്ന് പറഞ്ഞാൽ അതൊരു ഫേക്ക് ഹാപ്പിനെസ് അല്ലേ? ഇതുപോലുള്ളൊരു എക്സിസ്റ്റൻഷ്യൽ ക്വസ്റ്റ്യൻ മനുഷ്യർക്കകത്തുണ്ട്. മനുഷ്യൻ എവിടുന്ന് വന്നു, എങ്ങോട്ട് പോകുന്നു, എന്തിനിവിടെ ജീവിക്കണം, എന്തിനുള്ള സയൻസ് എന്തിനെന്നുള്ളതിന് ഉത്തരം തരൂല കേട്ടോ. സയൻസ് എന്തുകൊണ്ട് എന്നുള്ളതിന് ഉത്തരം. മഴ പെയ്തു എന്തുകൊണ്ട്? ന്യൂനമർദ്ദം. ബംഗാൾ ഉൾക്കടലിലെ ന്യൂനമർദ്ദം. എന്തിനു മഴ പെയ്തു? ഇപ്പൊ പങ്ങളെ കുട്ടിന്റെ എക്സാമ്പിൾ പറഞ്ഞല്ലോ, പങ്ങളെ കുട്ടിക്ക് കൈ പൊള്ളി, വൈ?
എന്തിനാണ് പങ്ങളുകുട്ടി ഈ വേദന അനുഭവിക്കേണ്ട ആവശ്യം? അതിനുത്തരല്ല. കൈ പൊള്ളാനുള്ള കാരണം പറയപ്പെടുന്നത് നമ്മുടെ കോശങ്ങൾ അങ്ങനായി ഇങ്ങനായി ചൂട് കടത്തി വിട്ടു. സയന്റിഫിക് എക്സ്പ്ലനേഷൻ ആണ്. ഇതാണ് സയൻസിന്റെ ഒരു പരിധി. അപ്പോൾ ഹൗ എന്നുള്ളതിന് നമുക്ക് ഉത്തരമുണ്ട്. അത് ശാസ്ത്രം ഒരുപാട് തരുന്നുണ്ട്. വെള്ളം ഉണ്ടാവുന്നത് എങ്ങനെ, ഇടിപൊട്ടുന്നത് എങ്ങനെ, ഭൂമി തിരിയുന്നത് എങ്ങനെ, ഊർജം പ്രസരിക്കുന്നത് എങ്ങനെ, ഊർജം മനുഷ്യരും മറ്റു മൃഗങ്ങളും സസ്യങ്ങളും ഉപയോഗപ്പെടുത്തുന്നത് എങ്ങനെ, എല്ലാത്തിനും ഉത്തരം. പക്ഷെ വൈ ഇതൊക്കെ എന്തിനാണ് ഇവിടെ ഉണ്ടായത്? റബ്ബന മാ ഖലഖ്ത ഹാദാ ബാത്തില. പഠിച്ചോ സൂറത്തുൽ അംബിയായിൽ പറയുന്നുണ്ടല്ലോ, നിങ്ങളെ പഠിച്ചത് കളിക്കാൻ വേണ്ടിയിട്ടല്ല. വമാ ഖലഖ്ന സ്സമാഅ വൽ അർള വമാ ബൈനഹുമാ ലാഇബീൻ. കളിക്കാൻ വേണ്ടിയിട്ടല്ല അതൊന്നും പഠിച്ചത്. അങ്ങനെ കളിക്കാനുള്ളൊരു സംവിധാനം നമുക്ക് ഉണ്ടാക്കണമെന്നുണ്ടെങ്കിൽ നിങ്ങളെ സൃഷ്ടിക്കേണ്ട ആവശ്യം ഉണ്ടായിരുന്നില്ല എന്നും അതിൻ്റെ അപ്പുറത്ത് പറയുന്നുണ്ട്. വലൗ അറദ്നാ അൻ നത്തഖിദ ലഹുവൻ ലത്തഖദ്നാഹു ഇൻ കുന്നാ ഫാഇലീൻ. അതിനർത്ഥം എന്താ? നമുക്ക് അമാനത്തും കിട്ടിയിട്ടുണ്ട്, ഖിലാഫത്തും കിട്ടിയിട്ടുണ്ട്, നമുക്ക് ഭൂമിയിൽ എന്തോ പർപ്പസ് ഉണ്ട്. അല്ലെങ്കിൽ നിങ്ങൾ ആലോചിച്ച് നോക്കി, ഇപ്പൊ ഗർഭാശയത്തിൽ ഇരിക്കണ രണ്ട് കുട്ടികൾ പറയണ, ഗർഭാശയത്തിൽ രണ്ട് ഇരട്ട കുട്ടികൾ ഇരിക്കുക, ഒരു ഗർഭാശയത്തിൽ ഒരു കുട്ടി മറ്റേ കുട്ടിയോട് പറയുന്നത് കണ്ടോ, ഇത് കയ്യാണ്, ഇത് കാലാണ്, ഇത് ലിംഗമാണ്, ഇത് നാവാണ്. ഇതുകൊണ്ടൊക്കെ നമ്മൾ ഈ വയറിന് പുറത്തേക്ക് പോവും, പോയിട്ട് ഈ കാല് കൊണ്ട് നടക്കും, ഈ കൈ കൊണ്ട് പിടിക്കും, ഈ ലിംഗം കൊണ്ട് അടുത്ത തലമുറയെ ഉൽപ്പാദിപ്പിക്കും. നമ്മുടെ നാവിൻ്റെ മേലെയും താഴെയുമായിട്ട് കുറേ പല്ലുകൾ വരും വെള്ള കളറിൽ. നമ്മൾ ഭക്ഷണം കഴിക്കും, ഭക്ഷണം നമുക്ക് കിട്ടുന്നുണ്ടല്ലോ ഉമ്മാൻ്റെ വയറ്റെന്ന് മറ്റേ കുട്ടി അല്ലാന്ന്. ഭക്ഷണം നമ്മൾ വായിലൂടെ കൈ ഉപയോഗിച്ച് കഴിക്കും എന്ന് പറയുമ്പോൾ മറ്റേ കുട്ടി പറയണേ അങ്ങനൊന്നും സംഭവിക്കൂല. പക്ഷേ ഈ അങ്ങനെ കഴിക്കും എന്ന് പറയുന്ന കുട്ടി അത് പറയാൻ കാരണം എന്താ? ലക്ഷണം നോക്കിയിട്ടാണ്. എന്തോ വരാൻ പോകുന്നുണ്ട്, അതിൻ്റെ യഥാർത്ഥ പർപ്പസ് ഇവിടെ നടപ്പാവുന്നില്ല. ഈ കയ്യും കാലും ഇങ്ങനെ കൂടി പിടിച്ചിങ്ങനെ ഇരിക്കല്ലേ ഗർഭാശയത്തിൽ. ഇതിൻ്റെ ഈ ലോകം ഡിസൈൻ ചെയ്യപ്പെട്ടിരിക്കുന്ന അങ്ങനെയാണെന്ന് ഞാൻ പറഞ്ഞു. അല്ലാതെ പോലെ ലിബറലുകൾ, ഞാനൊരു ലിബറലാണ്, നമ്മളൊക്കെ സ്വന്തം ഇഷ്ടപ്രകാരം ജീവിക്കണം എന്ന് ഇവർ പ്രഭാഷണം നടത്തുന്നൊന്നല്ല. ഒരൊറ്റ എക്സാമ്പിൾ അങ്ങോട്ട് പറയാൻ നിർത്താം. നമ്മുടെ സോഷ്യൽ മീഡിയ, നമ്മുടെ ഡിവൈസ്, നമ്മുടെ കയ്യിലുള്ള സാധനങ്ങൾ, നമ്മുടെ സോഷ്യൽ മീഡിയയിൽ എന്താ വരുന്നത്? നമ്മെ സന്തോഷിപ്പിക്കുന്ന കാര്യങ്ങളല്ലേ, അല്ലാതെ നമുക്ക് ഉപകാരപ്പെടുന്ന കാര്യങ്ങളാണ്. നമുക്ക് അയ്യോ സുലൈമാൻ ഖത്തർ യൂണിവേഴ്സിറ്റിയിലാണ് പഠിക്കുന്നത്. ഓനൊരു കാര്യം സെർച്ച് ചെയ്യുന്നുണ്ട്, ലോകത്ത് അതുമായി ബന്ധപ്പെട്ട ഏറ്റവും പ്രധാനപ്പെട്ട ഡാറ്റയൊക്കെ കൊടുക്കണം എന്ന് ഈ അൽഗോരിതത്തിന് ഇല്ല. അങ്ങനെയല്ല സെറ്റ് ചെയ്തിരിക്കുന്നത്. സുലൈമാൻ എത്ര അധികം സമയം മൊബൈൽ മോനെ ഇരുത്താൻ പറ്റുമോ എന്നതിനനുസരിച്ചാണ് ഡിസൈൻ ചെയ്യപ്പെട്ടിരിക്കുന്നത്. ഒരാൾ സ്ഥിരമായിട്ട് പാണ്ടിക്കാട് കുഞ്ഞാൻ കാണുന്നുണ്ടെങ്കിലും അതിൽ പാണ്ടിക്കാട് കുഞ്ഞാൻ തന്നെയാണ് പിന്നെ വരുന്നത്. ഓൻ്റെ ലോകം പാണ്ടിക്കാട് കുഞ്ഞാനാണ്, അല്ലെങ്കിൽ സമാനമായ ആളുകളാണ്. അതിന് എക്സാമ്പിൾ പറഞ്ഞതാണ്. സ്ഥിരമായിട്ട് സിംസാറിലെ പൊതുവിൻ്റെ പ്രസംഗം കേൾക്കാമെന്ന് ഓൻ സെർച്ച് ചെയ്യുമ്പോഴും ഓന് കിട്ടുന്ന സജഷൻസ് അതാണ്. ഈ അൽഗോരിതം അങ്ങനെ പ്രവർത്തിക്കുന്നത്. അതായത് നിങ്ങൾക്ക് നല്ല വിവരം കിട്ടണം, ഡെമോക്രറ്റൈസേഷൻ ഓഫ് നോളജ്, അറിവിന്റെ ജനാധിപത്യവൽക്കരണം, എല്ലാവർക്കും വിരൽ തുമ്പിൽ അറിവ് എന്നൊക്കെ പറഞ്ഞാൽ നമ്മളിങ്ങനെ സംഭവമാക്കും. അങ്ങനെയല്ല നടക്കുന്നത്. നമുക്കത് അതൊരു ഇല്യൂഷനാണ്. യഥാർത്ഥത്തിൽ ഇത് നടക്കുന്നത് സമ്പൂർണമായ നമ്മുടെ മുമ്പിൽ ഒരു ലോകം കൊട്ടിയടച്ചിരിക്കുകയാണ്. ഇപ്പം ഒരു 15 വയസ്സായ ഒരു കുട്ടി നിങ്ങൾ വിളിച്ചിട്ട് ആ ആഴ്ചയിലെ പ്രധാനപ്പെട്ട ന്യൂസ് ഒന്ന് ചോദിച്ചു നോക്കി. PV അൻവർ ഇപ്പോൾ കഴിഞ്ഞ ഒരു 2-3 ആഴ്ച മുമ്പ് തരംഗമായിരുന്നല്ലോ. ആ സമയത്ത് ഇൻസ്റ്റഗ്രാമിലൊക്കെ ജീവിക്കുന്ന ഒരു കുട്ടിയോട് വിളിച്ചിട്ട് ഏറ്റവും പ്രധാനപ്പെട്ട ന്യൂസ് അതാ വെച്ചാൽ ഓൻ വേറെ എന്തെങ്കിലും പറയാം. കാരണം ഓൻ്റെ ഫീൽഡിൽ PV അൻവറൊന്നും വരുന്നില്ല. ഓൻ്റെ ഫീൽഡിൽ ഈ കേരളത്തിലെ ഏറ്റവും വലിയ പൊളിറ്റിക്സുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ വരും. ഓൻ്റെ ഫീൽഡിൽ വേറെയാണ് വരുന്നത്. ഇപ്പോൾ ഒരു കുട്ടി ഒരിക്കൽ ചോദിച്ച് നമ്മളെ ആദർശേരി ഹക്കീം ഫൈസി ഉസ്താദ് എല്ലാവരും ഏതൊരു ഘട്ടത്തിൽ മൂപ്പർക്ക് പിന്തുണ അർപ്പിച്ചിട്ട് എല്ലാവരും സ്റ്റാറ്റസ് വെച്ചു ഹക്കീം ഫൈസി ഉസ്താദിന്റെ ഫോട്ടോ. അപ്പോൾ ഒരു കുട്ടി അല്ല മൂപ്പരൊന്നും മരിച്ചു, കുറച്ച് ദീർഘായുസോളൂ. അപ്പൊ ഈ കുട്ടി അത് ചോദിക്കാൻ കാരണം അത് കണ്ടിട്ടില്ല, ഓൻ്റെ ഇൻസ്റ്റഗ്രാമിൽ വരുന്നില്ല. അത് വരണമെന്നാണ് ഓൻ എന്താണ് കാണുന്നത് അതാണല്ലോ അതിൽ വരിക. മനുഷ്യന്മാരെ എന്താണ് ഈ കുട്ടീനെ എത്രയധികം ഈ മൊബൈൽ, ഈ കുട്ടി നല്ല നമ്മളൊക്കെ അതിൽ പെടുട്ടോ, നമ്മളാരും ഒഴിവല്ലോ. നമ്മുടെ അൽഗോരിതം, നമ്മുടെ ഈ സോഷ്യൽ മീഡിയ അൽഗോരിതം പ്രവർത്തിക്കുന്നത് നാം എന്തൊക്കെ കണ്ടാൽ എത്ര അധികം സമയം നമ്മൾ മൊബൈലിന് മുമ്പിൽ ഇരിക്കുമോ അതിനനുസരിച്ച് ആ ഒരു ലക്ഷ്യം വെച്ചിട്ടാണ്. അതായത് നമ്മുടെ ഇതുവരെയുള്ള സെർച്ച്, നമ്മുടെ ഇതുവരെയുള്ള ലൈക്ക്, കമൻറ്റ്, നമ്മുടെ ഏതൊക്കെ വീഡിയോ കണ്ടു, ഏതെല്ലാം ആർട്ടിക്കിൾസ് വായിച്ചു, ഇതുപയോഗിച്ചിട്ട് ഒരു സാധനം സെറ്റ് ചെയ്ത് വെച്ചിക്കുക. ഇത് അനലൈസ് ചെയ്തിട്ട് ഇനിയും ഇത് അധികം കൊടുത്താൽ അവൻ കൂടുതൽ സമയം മൊബൈലിന് മുമ്പിൽ ഇരുന്നോളും എന്ന് കരുതി സംവിധാനിക്കപ്പെട്ട ഒരു സാധനമാണ്
ഇങ്ങനെയാണ് ലോകത്തിലെ എല്ലാ സാധനങ്ങളും ഡിസൈൻ ചെയ്യപ്പെട്ടിട്ടുള്ളത്. സമയത്തിൻ്റെ കുറവ് കൊണ്ട് കൂടുതൽ വിശദമായിട്ട് അതിലേക്ക് പോകുന്നില്ല. ഒരുപാട് ഉദാഹരണങ്ങൾ നമുക്ക് പറയാനുണ്ട്. പിന്നെ ഹാപ്പിനെസ്സുമായി ബന്ധപ്പെട്ട് ചുരുക്കി പറഞ്ഞാൽ നമ്മൾ മനസ്സിലാക്കേണ്ടത് മതം മാത്രമല്ല മനുഷ്യനെ നിയന്ത്രിക്കുന്നത്. മതം മാത്രമല്ല മനുഷ്യനെ നിയന്ത്രിക്കുന്നത്, സ്റ്റേറ്റ് പോലുള്ള സംവിധാനങ്ങളും ഒക്കെ മനുഷ്യരെ നിയന്ത്രിച്ചു കൊടുക്കുന്നുണ്ട്. പക്ഷെ നമുക്ക് പരാതി മതം നിയന്ത്രിക്കും മാത്രമാണ്. കാരണം ദേശരാഷ്ട്രങ്ങളൊക്കെ മനുഷ്യനെ നിയന്ത്രിക്കേണ്ടതാണല്ലോ, അതൊക്കെ ഒരു യൂണിവേഴ്സൽ ട്രൂത്ത് ആണല്ലോ, അതൊക്കെ എല്ലാവരും അംഗീകരിക്കേണ്ടതാണല്ലോ. അതിവിടെ വളരെ സ്വാഭാവികമായിട്ട് നടക്കുന്ന കാര്യമല്ലേ. പക്ഷെ മതം അത് നിയന്ത്രിക്കാൻ പാടില്ല എന്ന് നമ്മൾ ട്രെയിൻ ചെയ്യപ്പെട്ടിരിക്കുകയാണ്. അങ്ങനെ ചിന്തിക്കാൻ വേണ്ടി നമ്മൾ ട്രെയിൻ ചെയ്യപ്പെട്ടിരിക്കുക. ആരാണ് നമ്മളെ ട്രെയിൻ ചെയ്തത്? മോഡേൺ സെക്കുലർ ലിബറൽ ബുദ്ധിജീവികൾ ഉണ്ടാക്കിയ സിലബസ്, അതിനനുസരിച്ച് പഠിപ്പിക്കപ്പെട്ട ആളുകൾ, അതനുസരിച്ച് നമ്മൾ പഠിക്കുന്നു എന്നുള്ളതാണ്. ഈ ഒരു സ്ട്രക്ചർ നമ്മളെ മനസ്സിലുണ്ടാവണം. നമ്മൾ പഠിച്ച കാര്യങ്ങൾ ഒന്ന് വളരെ അൺക്രിട്ടിക്കലായിട്ട്, തീരെ നിരുത്തരവാദപരമായി, തീരെ നിരൂപണാത്മകമല്ലാതെ നമ്മൾ സ്വീകരിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഹക്കും ബാത്തിലൊന്നും തിരിച്ചറിയാൻ കഴിയില്ല. ഇൻഷാ അല്ലാഹ് ഈ Q&A സെഷൻ ഉണ്ടായത് കൊണ്ട് തൽക്കാലം ഇവിടെ അവസാനിപ്പിക്കുകയാണ്. എനിക്ക് ഇതുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങൾ ചോദിക്കാം, ഇതുമായി ബന്ധപ്പെട്ടതല്ലാത്തതും ചോദിക്കാം. ഇൻഷാ അല്ലാഹ് ഓപ്പൺ ടു ക്വസ്റ്റ്യൻസ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.